നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിടുതലും ആശ്വാസം കർത്താവ് അയച്ചതിനെ സ്തോത്രം ചെയ്യാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മാസത്തെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ സെഷനിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വേദിയിലായിരിക്കുന്ന അനുഗ്രഹീത ദേവദാസന്മാർ, ഇവിടെ തോമസ് കുട്ടി പാസ്റ്റർ, രാജീവ് സാർ, അതുപോലെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ ജോണിക്കുട്ടി അവർകൾ, അതുപോലെ പാസ്റ്റർ ജെറോയ് അവർകൾ, സദസ്സിലായിരിക്കുന്ന ദേവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തുടർന്ന് നമുക്കെല്ലാം പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് ദൈവജനത്തിൽ നിന്ന് കേൾക്കുവാനുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഇന്ന് ദൈവജനമായി 2 ദേവദാസന്മാർ കടന്നു വന്നിട്ടുണ്ട്. ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന 2 ദേവദാസന്മാർ ഈ ദൈവസഭയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് വളരെ ശക്തിയോടെ എടുത്ത് ഉപയോഗിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. കർത്താവെ, അങ്ങ് എന്നോട് സംസാരിക്കണം. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ കുറവുകളൊക്കെ ചിലപ്പോൾ വെളിപ്പെടുത്താം. ദൈവത്തോട് ചേർന്നിരിക്കുന്ന സമയങ്ങളാണ്. നമ്മളെ കുറ്റമില്ലാത്തവരാക്കി കർത്താവ് വരുന്ന നാളിൽ നമ്മളെ പ്രാഗൽഭ്യമുള്ളവരാക്കുവാൻ കർത്താവ് നമ്മൾ പണിയുന്ന നിമിഷങ്ങളാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ, കർത്താവെ എന്നോട് വളരെ വ്യക്തിപരമായി കർത്താവ് അങ്ങനോട് സംസാരിക്കണമെന്നൊക്കെ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രാരംഭമായി പാസ്റ്റർ ജെറോയ് അവർകൾ അരമണിക്കൂർ ദൈവജനം ശുശ്രൂഷിക്കുന്നതാണ്. അതിനുശേഷം തുടർന്നുള്ള സമയം പാസ്റ്റർ ജോണിക്കുട്ടി അവർകളും ശുശ്രൂഷിക്കുന്നതാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി ദേവദാസന്മാരെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ പകലിൽ നിങ്ങളോട് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവ് തന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ ദൈവദാസന്മാർക്കും ദൈവജനത്തിനും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഉപവാസ പ്രാർത്ഥനയോടെയാണല്ലോ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ഒരു ആത്മപരിശോധനയാണ് ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്. എവിടെയൊക്കെ പഴയ നിയമത്തിൽ ഉപവാസം പ്രതിപാദിച്ചിട്ടുണ്ടോ, മെൻഷൻ ചെയ്തിട്ടുണ്ടോ, അവിടെ എല്ലാം കാണുന്നൊരു കാര്യമുണ്ട്. ഉപവാസം എന്ന് പറയുന്നത് തങ്ങളെ തന്നെ താഴ്ത്തി എന്നൊരു വാക്ക് അതിനോട് ചേർത്തുണ്ട്, അല്ലേ? ഉപവാസം എന്ന് എവിടെയൊക്കെ ബൈബിളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ദേ ഹംബിൾ ദംസെൽവ്സ്, അവർ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവമുഖം അന്വേഷിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. പഴയ നിയമത്തിൻ്റെ രീതിയിൽ തങ്ങളെ തന്നെ താഴ്ത്തുക എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർ റെട്ടിലും വെണ്ണീറിലും ഇരിക്കും, പൂഴി വാരി തലയിലിടും, വസ്ത്രങ്ങളെ കീറും, നിലവിളിക്കും. അതൊക്കെയാണ് തങ്ങളെ തന്നെ താഴ്ത്തുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷനായിട്ട് പഴയ നിയമത്തെ നമുക്ക് കാണുന്നത്. എന്നാൽ അത് പ്രകടനമാണെങ്കിലും എന്തിൻ്റെ പ്രകടനമായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടുന്നത്. എന്താണ് അതിലേക്ക് നയിക്കുന്നത്? ഒരാൾ റെട്ടിലും വെണ്ണീറിലും ഇരിക്കുന്നത്, പൂഴിവാരി തലയിലിടുന്നത്, വസ്ത്രങ്ങൾ കീറുന്നത്, നിലവിളിക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്ന ഛേദോവികാരം എന്ന് പറയുന്നത് എവിടെയോ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് എൻ്റെ വഴി മാറിപ്പോയി എന്ന് തിരിച്ചറിയുന്നവൻ മടങ്ങി ദൈവസന്നിധിയിലേക്ക് വരുന്നതാണ് ഉപവാസത്തോടെ സംഭവിക്കുന്ന കാര്യം. അതിൻ്റെ ബാഹ്യമായ പ്രകടനമാണ് ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് താഴേക്കിറങ്ങുന്നു എന്ന് പറയുന്ന ഒരു അനുഭവത്തെ കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഉപവാസത്തിൻ്റെ നാളുകളും എന്നെല്ലാം ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ ദൈവജനം തയ്യാറാകുന്നുണ്ട്. അപ്പോഴെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഇത് ഭരിക്കട്ടെ, അല്ലേ? എന്നെ തന്നെ ഒന്ന് പരിശോധിക്കാൻ, എവിടാണ് ഞാൻ ദൈവത്തിൻ്റെ ഹിതം വിട്ട്, ദൈവത്തിൻ്റെ ഹൃദയം വിട്ട് ദൂരെ പോയിരിക്കുന്നത് എന്ന് പരിശോധിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു താല്പര്യത്തോടെ ഈ ദിവസങ്ങളിൽ ഇരിക്കണമേ എന്ന് ഞാൻ ആരംഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നമ്മളെ ദൈവം അങ്ങനെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ലേവ്യ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം താങ്ക് യു ലോർഡ്. അതിൻ്റെ 13-ാമത്തെ വാക്യം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. മതി. ആമേൻ.
ലേവ്യ പുസ്തകം നമുക്കറിയാം, ആരാധനയെക്കുറിച്ചും യാഗങ്ങളെക്കുറിച്ചും ദൈവം ഇസ്രായേലിന് കൽപ്പന കൊടുക്കുന്ന ദൈവത്തിൻ്റെ ചട്ടങ്ങളും വിധികളും ഒക്കെ പ്രതിപാദിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം. അതിനകത്ത് ആരംഭം 1 തൊട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പം വ്യത്യസ്ത യാഗങ്ങൾ എങ്ങനെ കഴിക്കണമെന്നുള്ളതിൻ്റെ രീതികളും ക്രമങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബേൺട്ട് ഓഫറിങ് എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് അഹരോനോടും അഹരോൻ്റെ തലമുറയോടും പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മോശയോട് ദൈവം കൊടുക്കുന്ന കൽപ്പനകളാണിത്. പ്രത്യേകമായിട്ട് ഈ 6-ാം അധ്യായത്തിനകത്ത് മാത്രം 3 പ്രാവശ്യം എടുത്തു പറയുന്നൊരു വാക്കാണിത്. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നോട് ചേർന്ന് ഒന്ന് പറഞ്ഞേ, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു സജീവമായ ഒരു യാഗപീഠം എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. സജീവമായി ആരാധന ഉയരുന്ന ഒരു യാഗപീഠം എൻ്റെ നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. തീയില്ലാത്ത യാഗപീഠം വെറും വിറക് മാത്രമാണ്, വെറും കല്ലും മണ്ണും മാത്രമായിട്ടിരിക്കും. തീ കത്തുന്ന സജീവമായൊരു യാഗപീഠം എൻ്റെ നിങ്ങളുടെ അകത്ത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അതിറങ്ങിയ നാളിൽ മാത്രമല്ല, എല്ലാ നാളും കത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഈ യാഗപീഠത്തിൻ്റെ മേൽ തീ അഹരോൻ കൊണ്ടുവന്നതല്ല. ഈ യാഗപീഠത്തിൻ്റെ മേലുള്ള തീ മോശ കൊണ്ടുവന്നതുമല്ല. ഇത് ഇസ്രായേൽ ഉണ്ടാക്കിയ തീയുമല്ല, ഇത് സ്വർഗത്തിൽ നിന്ന് പകർന്ന തീയാണ്. പ്രൈസ് ദി ലോർഡ്. നിലനിൽക്കുന്ന തീ മനുഷ്യൻ ഉണ്ടാക്കുന്നതല്ല, നിലനിൽക്കുന്ന തീ ദൈവം കത്തിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കുമ്പോൾ, ഇസ്രായേൽ ദൈവ വഴി വിട്ടുപോയപ്പോൾ, ക്രമം വിട്ടുപോയപ്പോൾ, ആരാധന ക്രമം വിട്ടുപോയപ്പോൾ ദൈവം അയച്ച തീ കെട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം വിശ്വസ്തനായതുകൊണ്ടും വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്നവനായതുകൊണ്ടും കാലാകാലങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കാത്തിരിക്കുന്ന ഒരു ജനത്തിൻ്റെ നടുവിൽ വാഗ്ദത്ത നിവൃത്തി എന്ന പോലെ പെന്തക്കോസ് നാളിൽ ദൈവം തീ വീണ്ടും അയച്ചു സ്വർഗത്തിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. എവിടെയെങ്കിലും തീ കെട്ടുപോയെന്നുള്ള അനുഭവം ഇന്നുണ്ടെങ്കിൽ, എരിവില്ല എന്നിന്ന് പകലിൽ തോന്നുന്നുണ്ടെങ്കിൽ, ഈ ഉപവാസത്തിൻ്റെ നാളുകൾ സ്വർഗത്തിലെ തീ എന്നിൽ ഒരിക്കൽ കൂടെ കത്തണമെന്നുള്ള ആഗ്രഹത്തോടെ വേണം ദൈവസന്നിധിയിൽ ഇരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ നിന്ന് തീ വരുന്നത് ചുമ്മാ ദൈവം അയക്കുന്ന ഒരു സാധനമല്ല, അതിന് വ്യവസ്ഥയുണ്ട്, അതിന് കണ്ടീഷൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. കണ്ടീഷൻ പാലിക്കുന്നിടത്ത്, വ്യവസ്ഥ പ്രകാരം നടക്കുന്ന ഒരുക്കത്തിനകത്തു മാത്രമേ ദൈവത്തിൻ്റെ തീ പകരപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ് നാളിൽ ദൈവം തീ അയച്ച്, ഇതൊരു യാഗപീഠത്തിൻ്റെ മേലല്ല പെന്തക്കോസ് നാളിൽ തീ വന്നത്, ആണോ? പഴയ നിയമപ്രകാരം യാഗപീഠത്തിൻ്റെ മേൽ യാഗവസ്തു, സമാധാന യാഗത്തിൻ്റെ അർപ്പണം നടത്തി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ദിനം പ്രതി വിറക് മാറ്റിവെച്ചുകൊണ്ട് കെടാതെ തീ കത്താനുള്ള ഒരുക്കങ്ങൾ ചെയ്ത് സജീവമായി കിടക്കുന്ന യാഗപീഠത്തിൻ്റെ മേലെയാണ് ദൈവത്തിൻ്റെ തീ കത്തുന്നതെങ്കിൽ, പെന്തക്കോസ് നാളിൽ തീ ഇറങ്ങിയത് കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ യാഗപീഠത്തിൻ്റെ മേലല്ല, ദൈവം ആലയമാക്കി തെരഞ്ഞെടുത്ത അവൻ്റെ സഭയാകുന്ന നമ്മളെ മേലാണ് ദൈവത്തിൻ്റെ തീ പകർന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ തീ ഒന്നുകൂടെ കത്തിക്കാൻ തയ്യാറാവണം. ദൈവത്തിൻ്റെ തീയെ ഒന്നുകൂടെ കാറ്റൂതി ആളി കത്തിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് ഏത് കാലഘട്ടത്തിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ വിശ്വസ്തനാണ്. തലമുറകൾ എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഒരു കൊതിയോടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. കർത്താവേ, എന്നെ ഒന്നുകൂടെ കത്തിക്കണം. ആരംഭത്തിലെ പോലെ ആദ്യ സ്നേഹം വിട്ടുകളയാതെ, ആരംഭത്തിലെ പോലെ ഒന്നുകൂടെ പരിശുദ്ധാത്മാവേ എന്നെ കത്തിക്കണമെന്നൊരു പ്രാർത്ഥന ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഉയരണം. ഹല്ലേലൂയ. റോമാലേഖനത്തിനകത്ത് 12-ാം അധ്യായത്തിന്റെ ആരംഭവാക്യം എന്താ അവിടെ വായിക്കുന്നത്? ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. 12-ന്റെ 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ,
ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, Yeah. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യാഗം മൃഗങ്ങളുടെ ക്രമങ്ങളും അതിൻ്റെ രീതികളും പറഞ്ഞ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പം മൃഗബലിയല്ല, രക്തം യാഗപീഠത്തിൽ അർപ്പിക്കുന്നത് ഒന്നുമല്ല ഇനി പാപത്തിൻ്റെ പരിഹാരം വരുത്തുന്നത്. അത് ക്രൂശിൽ ഒരിക്കലായി സംഭവിച്ചു. എന്നാൽ ആ യാഗത്തോട് അനുരൂപപ്പെടുവാൻ, കർത്താവിനെ പൂർണ്ണമായി സമർപ്പിക്കാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് 12:1 പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങളെ യാഗമായി സമർപ്പിപ്പിൻ, നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിപ്പിൻ. ഓഫർ യുവർ ബോഡീസ് ആസ് ലിവിങ് സാക്രിഫൈസ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാലോ, പഴയ നിയമത്തിലെ യാഗത്തിനകത്ത് പാപയാഗം അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മൃഗത്തിൻ്റെ മേൽ ആരാണോ കൊണ്ടുവരുന്നത് ആ വ്യക്തി അല്ലെങ്കിൽ പുരോഹിതൻ കൈവച്ച് അവൻ്റെ പാപം അതിന്മേൽ ചുമത്തി അതിൻ്റെ കഴുത്ത് അറുത്ത് അതിനെ കൊന്നതിന് ശേഷം തൊലി ഉരിച്ച് കണ്ടം കണ്ടമായി വെട്ടി നുറുക്കി യാഗപീഠത്തിന്മേൽ വെക്കണം, അല്ലേ? ഊനമില്ലാത്തതിനെ അർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ വരുമ്പം പറയാണ്, ഒരു യാഗമൃഗമല്ല ഇവിടെ അർപ്പിക്കപ്പെടേണ്ടുന്നത്, എന്നെ തന്നെ ദൈവത്തിന് യാഗമായി അർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ തന്നെ ദൈവത്തിന് യാഗമായി അർപ്പിക്കണം. ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കുന്നു നമ്മളല്ലേ. ഇവിടെ ആരും കാഴ്ച കാണാൻ വന്നിട്ടില്ല, ഇവിടെ ആരും നേരം പോക്കിന് വന്നിട്ടില്ല. വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആരംഭ സമയം തൊട്ടേ ഉദാസീനരല്ലാതെ ദൈവസന്നിധിയിൽ എരിവോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്നെയാണ് ദൈവത്തിന് കൊടുക്കേണ്ടുന്നത്. ദൈവത്തിന് എൻ്റെ പൈസയല്ല ആവശ്യം, എൻ്റെ വസ്തുവകയല്ല ആവശ്യം, എന്നെയാണ് ആവശ്യം. എത്ര പേർക്ക് ഇന്ന് പകലിൽ ബോധ്യമുണ്ട് എന്നെയാ ദൈവത്തിന് വേണ്ടതെന്ന്? കൈപ്പണിയായ മന്ദിരങ്ങളിൽ വസിച്ചിരുന്ന പഴയ നിയമത്തിൽ നിന്ന് ഒരു ട്രാൻസിഷൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയാം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും. കൊരിന്ത്യ ലേഖനത്തിനകത്ത് 2 സമയങ്ങളിൽ ആ വാക്യം ഉദ്ധരിക്കുന്നുണ്ട്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് 2 കോണ്ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ വ്യക്തിപരമായി ഞാൻ ദൈവത്തിൻ്റെ ആലയമാണെന്ന് പറയുന്നുണ്ട്. 2, സഭ കലക്റ്റീവ്ലി നമ്മൾ കൂടുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ആലയം. ഈ ബിൽഡിംഗ് അല്ല, ഈ യൂണിറ്റി, ഈ കൂട്ടായ്മ, അത് ദൈവത്തിൻ്റെ ആലയമാണെന്ന് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം വസിക്കാൻ പുതിയ നിയമത്തിനകത്ത് തെരഞ്ഞെടുത്തത് കൈപ്പണിയായ ഒരു ഭവനത്തിനകത്തല്ല, ദൈവം ശില്പിയായി പണിത ഈ ഭവനത്തിനകത്ത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആരാധനയ്ക്ക് കടന്നു വരുമ്പം അർപ്പിക്കപ്പെടേണ്ടുന്ന യാഗമെന്ന് പറയുന്നത് ഞാനാണ്. ഞാനാ ദൈവത്തിന് അർപ്പിക്കപ്പെടേണ്ടുന്ന യാഗം. അത് ഊനമില്ലാത്തതായിരിക്കണമെന്ന വ്യവസ്ഥ. അത് കേടുള്ളതാവരുത്, അത് കണ്ണുപൊട്ടിയതാവരുത്. പ്രൈസ് ദി ലോർഡ്. അത് പൂർണ്ണതയുള്ളതായിരിക്കണമെന്ന വ്യവസ്ഥ. അതാ മലാക്കി പ്രവചന പുസ്തകത്തിനകത്ത് എഴുതിയത്, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? പ്രൈസ് ദി ലോർഡ്. ചടങ്ങ് തീർക്കലാണെന്ന് വിചാരിച്ചെങ്കിൽ നഷ്ടം ദൈവത്തിനല്ല, നഷ്ടം എനിക്കാ. എല്ലാ മാസവും ഉള്ളതല്ലേന്ന് വിചാരിച്ചു പോയെങ്കിൽ നഷ്ടം എനിക്കാ. ഓരോ കൂടിവരവും, ഓരോ ദൈവമുഖം അന്വേഷിക്കുന്ന സമയങ്ങളും അനുഗ്രഹമായി മാറുന്നെങ്കിലാണ് അതെനിക്ക് എൻ്റെ ജീവിതത്തിന് നന്മയായി മാറുന്നത്. എവിടെ? എൻ്റെ ആത്മാവിന് മാത്രമല്ല, എൻ്റെ ഭൗതിക മേഖലയിലും എൻ്റെ ശരീരത്തിൽ ആരോഗ്യമായും എൻ്റെ ബന്ധങ്ങൾക്കകത്തും എനിക്ക് ദൈവം നൽകിയ സകല നന്മകൾക്കകത്തും ഞാനത് സ്വസ്ഥതയോടെ അനുഭവിക്കണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ശ്രദ്ധിച്ചേ, ദൈവത്തിന് അർപ്പിക്കുന്ന യാഗം പൂർണ്ണമല്ല എങ്കിൽ ഒരു നന്മയും നമ്മൾ സ്വസ്ഥതയോടെ അനുഭവിക്കാൻ പോലും പറ്റത്തില്ലെന്നേ. ഹല്ലേലൂയ. ആരാധന 2-3 മണിക്കൂറിൽ ഈ ഹാളിനകത്ത് നടക്കുന്ന കാര്യമല്ല. ആരാധന അനുസരണമാണ്, ആരാധന സ്നേഹമാണ്, ആരാധന സമർപ്പണമാണ്. പ്രൈസ് ദി ലോർഡ്. ആരാധന അനുസരണമാണ്. ആരാധന
ദൈവം എന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയാനും അത് നിറവേറ്റാനും നിൽക്കാത്ത ഞാൻ, അനുസരിക്കാത്ത ഞാൻ 2-3 മണിക്കൂർ ഇവിടെ കാണിക്കുന്ന കാര്യത്തെ അല്ല ദൈവം ആരാധനയായി കാണുന്നത്. ദൈവം ആരാധനയെന്ന് എണ്ണുന്നത് ദൈവത്തോടുള്ള എൻ്റെ അനുസരണത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിനക്ക് ഏറ്റവും വലുത് ഞാനാണോ അതോ നിന്റെ മകനാണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു സമയം വന്നപ്പം അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അതവന് നീതിയായി കണക്കിട്ടെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആരാധന എന്താ? ആരാധന അനുസരണമാണ്. വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, ദൈനംദിന ജീവിതത്തിനകത്ത്, ഡേ ടു ഡേ ലൈഫിൽ, അത് ജോലിയിലായിരിക്കാം, അത് വീട്ടിനകത്തായിരിക്കാം, അത് വ്യക്തിപരമായ ലൈഫിനകത്തായിരിക്കാം, നമ്മൾ ചിന്തിക്കാത്ത ജീവിതത്തിൻ്റെ എല്ലാ ഡീറ്റെയിലിനകത്തും ദൈവത്തിന് ഇൻട്രസ്റ്റ് ഉണ്ട്. ചിന്തിക്കരുത് ദൈവത്തിനാകെ ഇവിടെ കൊടുക്കുന്ന 3 മണിക്കൂർ എൻ്റെ സ്പിരിച്വൽ ലൈഫിലാണ് ദൈവം ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കരുത്. ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ എവറി ഡീറ്റെയിൽ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ XYZ സകല ഡീറ്റെയിലകത്തും ദൈവത്തിന് ഇൻട്രസ്റ്റ് ഉണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആ എല്ലാ മേഖലക്കകത്തും ദൈവത്തിൻ്റെ ഹിതമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, എൻ്റെ ഫിനാൻസിനകത്ത്, എൻ്റെ ഹെൽത്തിനകത്ത് ഞാനൊന്ന് കയറ്റി പറയാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഞാൻ കഴിക്കുന്നതിനകത്ത് പോലും ദൈവത്തിനൊരു ഹിതമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അനുസരിക്കുന്നതാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കുന്നതാണ് ആരാധന. പഴയ നിയമത്തിൽ പ്രമാണങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് അനുസരിക്കുന്നുള്ളതായിരുന്നു. ഒബേ ദിസ്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്കറിയാമോ, അനുസരണത്തിനകത്ത് പലപ്പോഴും ഹൃദയം ഉണ്ടാവാറില്ല, അല്ലേ? അനുസരണത്തിനകത്ത് ഹൃദയം ഉണ്ടാകാറില്ല പലപ്പോഴും. ഇസ്രായേലിനെ എടുത്തു നോക്കിയാൽ തന്നെ ചട്ടങ്ങളും പ്രമാണങ്ങളും ചടങ്ങുകളായി തീർന്നപ്പം അതിനകത്ത് ഹൃദയത്തിൻ്റെ ആവശ്യമില്ല. പാപം ചെയ്ത് എന്തോ ചെയ്യണമെന്ന് ഇസ്രായേലുകാരനെ അറിയാം. പ്രൈസ് ദി ലോർഡ്. അതങ്ങ് ചെയ്താൽ മതി. അത് ചെയ്യുമ്പം ധൈര്യം, ഇത് തീർന്നല്ലോ, ഇനി ധൈര്യമായി പോയി പാപം ചെയ്യാം. ഹല്ലേലൂയ. അപ്പം അനുസരണത്തിനകത്ത് പലപ്പോഴും ഹൃദയം വരാറില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പം യേശു കർത്താവ് അനുസരിക്കെന്നല്ല പറഞ്ഞത്, അനുഗമിക്കാനാണ് പറഞ്ഞത്. ഫോളോ മീ, എൻ്റെ പിന്നാലെ വാ. ശിഷ്യന്മാരെ വിളിച്ചപ്പം നിങ്ങൾ കൽപ്പന അനുസരിക്കുന്നുണ്ടോ എന്നല്ല ചോദിച്ചത്, കം, എൻ്റെ പിന്നാലെ വാ. അനുഗമിക്കണമെങ്കിൽ ഹൃദയം വേണം. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം അറിയാലോ, നമ്മളെല്ലാം മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടവരല്ലേ. കുഞ്ഞുനാളിലൊക്കെ മാതാപിതാക്കൾ പറയുന്ന പലതും നമ്മൾ അനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടല്ല, ഭയത്തിലും, അപ്പനല്ലേ എന്നോർത്തിട്ടൊക്കെ ചെയ്ത്, അമ്മയല്ലേ എന്നോർത്തിട്ട് ചെയ്ത്, അതിനകത്ത് ഹൃദയമില്ലായിരുന്നു. ദൈവത്തോടുള്ള പല കാര്യങ്ങൾക്കകത്തും കാലങ്ങൾ കഴിയുമ്പം ഹൃദയമുണ്ടോ എന്ന് നമ്മളൊന്ന് അവലോകനം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആരാധന അനുസരണമാണെന്ന് പറയുമ്പം തന്നെ ആരാധന സ്നേഹമാണ്. സ്നേഹിക്കുന്നവന് മാത്രമേ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. സ്നേഹിക്കുന്നവന് മാത്രമേ അനുസരിക്കാൻ പറ്റത്തുള്ളൂ. സ്നേഹിക്കുന്നവന് മാത്രമേ അനുഗമിക്കാനും പറ്റത്തുള്ളൂ. ആരാധന സമർപ്പണമാണ്. ഞാനതിലേക്കൊന്ന് കൂടുതലായി പോകുന്നില്ല. ഈ 12-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചതിനകത്ത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. എങ്ങനെ? അതിന്റെ താഴോട്ട് വായിച്ചു വരുമ്പോൾ 2-ാമത്തെ വാക്യത്തിനകത്ത് വരുമ്പോൾ, ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഈ ലോകത്തിന് അനുരൂപരാകരുത്. അപ്പം എന്തോത്തിനോടോ നിങ്ങൾ ചേരാതെ ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി അർപ്പിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. എന്താ ഈ ലോകം എന്ന് പറഞ്ഞാൽ?
നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട, ബൈബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം എടുക്കണ്ട. 1-ാം ലേഖനം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം എന്ന് പറഞ്ഞാൽ അത് കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് പറയുന്ന 3 ഏരിയ. ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഏതൊരു കാര്യത്തെയും ഈ 3 കാറ്റഗറിക്കകത്ത് പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ജഡമോഹം, ഏതൊരു കാര്യവും ഈ ഭൂമിയിൽ ദൈവം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതെല്ലാം മനുഷ്യന് വേണ്ടിയാണ് ദൈവം ചെയ്തിട്ടുള്ളത്, അല്ലേ? സൃഷ്ടിയുടെ ആരംഭത്തിങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം ഓരോ സൃഷ്ടിപ്പ് കഴിയുമ്പോൾ നോക്കിയിട്ട് പറഞ്ഞു നല്ലത്. എന്താ ഈ നല്ലത് എന്ന് പറഞ്ഞതിനർത്ഥം? കൊള്ളാം, സംഗതി സെറ്റായി എന്നാണോ ഈ പറയുന്നത്? എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയത് തരക്കേടില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയെന്നാണോ ദൈവം പറഞ്ഞത്? അല്ല, ഇത് മനുഷ്യന് നല്ലതെന്നാ ദൈവം കണ്ടത്. ഇപ്പൊ ദൈവം നിർമ്മിച്ചു വച്ച, ദൈവം വെച്ച വ്യവസ്ഥകളാണെങ്കിലും സൃഷ്ടിപ്പാണെങ്കിലും ആവാസ വ്യവസ്ഥിതിയാണെങ്കിലും എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ട് മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചതാണ്. പക്ഷെ അത് എക്സസീവായിട്ട് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നിടത്താണ് ജഡമോഹം ഉണ്ടാകുന്നത്. ഞാൻ വേഗത്തിൽ എളുപ്പത്തിൽ ഉദാഹരണമായിട്ട് പറയാം. ധനം ജീവിക്കാൻ ആവശ്യമാണെന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ അതിൻ്റെ എക്സസീവായിട്ടുള്ള ആഗ്രഹം വരുമ്പം അത് നമ്മുടെ ജഡത്തിൻ്റെ മോഹമായിട്ട് മാറുക. നേരത്തെ പറഞ്ഞ പോലെ ആഹാരം, അത് നമ്മുടെ ജീവന്, ശരീരത്തിന് ആവശ്യമാണ്, ദൈവം വെച്ചിരിക്കുന്ന. പക്ഷെ അതിനോട് എക്സസീവായിട്ട് നമുക്ക് ആർത്തി വന്നാൽ അത് ജഡത്തിൻ്റെതാണ്. ശരീരത്തിൻ്റെ ഏതിച്ഛയും ദൈവം വെച്ച ലിമിറ്റിനപ്പുറത്തേക്ക് പോയാൽ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതിനപ്പുറത്തേക്ക് പോകുന്നതെല്ലാം എന്തായി മാറും? ജഡമോഹമായി മാറും. കൺമോഹം, മോഹിക്കുക, നമുക്കില്ലാത്തതെന്തും കാണുമ്പോൾ മോഹം തോന്നുക. ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ ആണെന്ന് എന്നെ തോന്നിപ്പിക്കുന്ന എൻ്റെ സമ്പത്തുകൾ, വസ്തുവകകൾ, എൻ്റെ എല്ലാം, അതൊക്കെ ജീവനത്തിൻ്റെ പ്രതാപങ്ങളാണ്. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് നമ്മൾ അകറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും വേണ്ടെന്നല്ല, അതെല്ലാം അതിൻ്റെ അളവിൽ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലോകത്തോട് അനുരൂപരാകാതെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ വേണ്ടി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. വേഗത്തിൽ മുന്നോട്ട് പോട്ടെ. ഇതിൻ്റെ താഴേക്ക് വായിക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എളുപ്പത്തിൽ മനസ്സിലാകാൻ മൂന്ന് കാര്യങ്ങൾ, 3 സബ് ഹെഡിങ് പോലെ നിങ്ങളുടെ മുന്നിലേക്ക്, ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി താല്പര്യപ്പെടുക. ലോകത്തോട് അനുരൂപരാകരുത് എന്ന് പറഞ്ഞിട്ട് ഈ 12-ാം അധ്യായത്തിനകത്ത് എടുത്തു പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്നാമത്തത് ഇതിൻ്റെ അടുത്ത വാക്യം, 3-ാമത്തെ വാക്യം, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. മതി, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. താഴോട്ട് വായിക്കുമ്പം ഓരോരുത്തർക്കും ദൈവം വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടിട്ടുണ്ട്. ദൈവം ഓരോരുത്തർക്കും കൃപ നൽകിയിട്ടുണ്ട്. ഓരോരുത്തരെയും അവരവരായിരിക്കേണ്ടുന്ന സ്ഥാനങ്ങളിൽ ദൈവമാക്കി വച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആരും ഭാവിച്ചുയരരുത്. ദൈവസഭയിലാണെങ്കിലും ഭവനത്തിലാണെങ്കിലും ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അതിനപ്പുറത്ത് ഞാൻ എന്തോ ആണെന്ന് ഭാവിച്ചുയരരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്തായിരിക്കണം എൻ്റെ ഭാവം? ശരിക്കും എന്തായിരിക്കണം എൻ്റെ ഹൃദയത്തിൻ്റെ നിലവാരം എന്ന് ചോദിച്ചാൽ, മത്തായി 5-3 വാക്യത്തിൽ യേശു കർത്താവ് തന്നെ പറഞ്ഞു, ആത്മാവിലെ ദാരിദ്ര്യം, അതായിരിക്കണം ഭാവം. തികഞ്ഞുവെന്ന് തോന്നരുത്, തൃപ്തനായെന്ന് തോന്നരുത്, എനിക്കറിയാമെന്ന് തോന്നരുത്. അങ്ങനെ തോന്നിപ്പോയാൽ പിന്നെ ക്രിസ്തുവിൻ്റെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരരുത്. ആത്മാവിൽ ദരിദ്രനായിരിക്കുന്നവനാണ് ഭാഗ്യവാൻ. കർത്താവിനെ കൂടാതെ ഒന്നും നടക്കത്തില്ലെന്ന് തിരിച്ചറിയുന്നവന് മാത്രമേ ദിനംതോറും ദൈവകൃപയുടെ ആവശ്യമുള്ളൂ, ദൈവത്തെ ആശ്രയിക്കാൻ കഴിയത്തുള്ളൂ. അവിടെ ഉടയപ്പെടുന്നത് എൻ്റെ അഹങ്കാരമാണ്, എൻ്റെ സ്വയാശ്രയമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. അടുത്ത ഭാഗം പറയുന്നത് എനിക്ക് 9-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. മതി. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. ലെറ്റ് യുവർ ലവ് ബി സിൻസിയർ. വ്യാജമില്ലാത്ത സ്നേഹം, കപടമില്ലാത്ത സ്നേഹം. ഒന്നാമത് അത് ഉണ്ടാകേണ്ടത് ആരോടാ? ദൈവത്തോട് തന്നെയല്ലേ?
ആ വാക്യത്തിൽ തന്നെ പറയുന്ന അടുത്ത് തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ, ദുഷ്ടതയെ വെറുത്ത് ദോഷത്തെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. ദോഷത്തെ വെറുക്കാതെ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ദോഷമെന്ന് എന്തൊക്കെ ബൈബിൾ പറയുന്നുണ്ടോ അതിനെ വെറുക്കാതെ, ഉപേക്ഷിക്കാതെ, തള്ളിക്കളയാതെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നത് പാടിയാലും പ്രാർത്ഥിച്ചാലും പറഞ്ഞാലും അത് ബോഷ്ക. പ്രൈസ് ദി ലോർഡ്. എന്നിൽ കളങ്കമുണ്ടെന്ന് വിട്ടുകളയണമെന്ന് പരിശുദ്ധാത്മാവ് ബോധ്യം തന്നിട്ടും വിട്ട് കളയാത്തത് എന്തെങ്കിലും എൻ്റെ കയ്യിൽ വച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുന്നെങ്കിൽ അത് ബോഷ്കാണ്. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുക്കണം, നല്ലതിനോട് പറ്റിച്ചേർന്ന്. ദൈവത്തോട് മാത്രമല്ല, സമശിഷ്ടങ്ങളോടും കൂട്ടുവിശ്വാസികളോടും നമ്മുടെ സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ. അങ്ങനെ ആകാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മുടെ അനുഭവങ്ങളാണ്, അല്ലേ? നമ്മൾ ആളുകളോട് പരിചയപ്പെടുകയും അടുക്കുകയും ചെയ്യുമ്പം അവരിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ നമ്മൾ അവരെ സ്നേഹിക്കുന്നതിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കും. ആരംഭത്തിൽ സ്നേഹിച്ചതുപോലെ തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അനുഭവങ്ങളിൽ നമ്മൾ ആളുകളെ പഠിക്കുകയും വേണം കേട്ടോ. ഈ ശുദ്ധനാകരുത് എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള ശുദ്ധനായി പോകരുത്. പണ്ട് ആരാണ്ട് പറഞ്ഞു കേട്ടില്ല, ശുദ്ധന് എന്തിനു കൊള്ളാം, തെക്കേപ്പുരയുടെ തൂണിന് കൊള്ളാം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശുദ്ധൻ അങ്ങനെ ഈ നമ്മൾ പറയത്തില്ല, ഇങ്ങനെ വായി വിരലിട്ട കടിക്കാൻ അറിയാത്ത ആ പരുവത്തിനൊന്നും ആകരുത്. പരിജ്ഞാനം വേണമല്ലോ, നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. പക്ഷേ ബൈബിള് നമുക്ക് അതിൻ്റെ മീതെ ഒരു ദൈവിക പ്രമാണം തരുവാണ്, സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് മാത്രമല്ല മനുഷ്യരോടും ആയിരിക്കട്ടെ. അപ്പം നിങ്ങൾ പറയും അത് പറയാൻ എളുപ്പമോ, അത് പ്രസംഗിക്കാനൊക്കെ എളുപ്പമല്ലേ? അല്ല, ബൈബിള് തന്നെ അതിനുള്ള മറുപടിയും തന്നിട്ടുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലോട്ട് വരുമ്പം ഒന്നു മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ക്ഷീണം തട്ടി എൻ്റെ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ബൈബിൾ അതിനൊരു പ്രതിവിധി പറയാണ്, നിങ്ങൾ ധ്യാനിക്കണം. എന്ത് ധ്യാനിക്കണം? പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചുകൊണ്ട് യേശുവിനെ ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം ചെയ്യാതെ പറയാൻ പറ്റത്തില്ല. അത് യേശു കർത്താവ് ചെയ്ത് കാണിച്ചു തന്നിട്ടാ ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ഷീണിച്ചു മടുക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ ഈ അനുഭവത്തിൽ ഞാൻ പോയതുകൊണ്ട് നിങ്ങൾ എന്നെ ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം അത് കഴുകപ്പെടണമെങ്കിൽ, ആ അനുഭവങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ, ഹൃദയത്തിൽ വേദന ഉണ്ടായിട്ടുള്ളതിനെ ദൈവം മാറ്റിക്കളയണമെങ്കിൽ, ആ വ്യക്തിയെ, ആ സാഹചര്യത്തെ വീണ്ടും വീണ്ടും ഓർത്ത് പരാതി പറഞ്ഞാൽ മാറത്തില്ല. ഇങ്ങനെയുള്ള അനുഭവത്തിൽ കടന്നുപോയി ജയിച്ച ക്രിസ്തുവിനെ ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്നേഹത്തിൽ വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ ധ്യാനിക്കണം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോട്ടെ. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരരുത്. 2, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ.
മൂന്നാമത്തെ കാര്യം, അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പം, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ പ്രതികാരം യഹോവയ്ക്ക് ഉള്ളതല്ലോ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. നീ കൂട്ടാളിയായിരിക്കണം. അങ്ങനെ അവസാനത്തെ വാക്യം ആൻറ്റി, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. തിന്മയോട് തോൽക്കാതെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തോറ്റുപോകാൻ വിളിക്കപ്പെട്ടവരല്ല, ജയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. ജയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സഭാരാധനയും മുടങ്ങാതെ കൂടി ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നും വന്ന് അറ്റൻഡൻസും നേടി റെക്കോർഡ് വാങ്ങിയിട്ട് ജയിച്ചു പോകാന്നുള്ളതല്ല. തിന്മയോട് തോൽക്കാതെ നന്മയാൽ ജയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന് കീഴ്പ്പെട്ടു പോകാതെ, ഈ ലോകത്തിന് അനുരൂപപ്പെട്ടു പോകാതെ, ഇതിനെ ജയിച്ച കർത്താവിനോട് അനുരൂപരായി ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി മാറാൻ വേണ്ടിയാ എന്നെ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിൻ്റെ ഭാവം എന്നിലുണ്ടാവണം. അതിനുവേണ്ടി ഞാനൊരു യാഗമായി സമർപ്പിക്കപ്പെടണം. ഒരു സജീവമായ ഒരു യാഗപീഠം എൻ്റെ നിങ്ങളുടെ അകത്തുണ്ടാവണം. അശുദ്ധി എല്ലാം ചാരമായി പോകുന്നൊരു തീ നമ്മുടെ അകത്ത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. നിരന്തരം ദൈവത്തിന് സൗരഭ്യം ഉയരുന്ന ഒരു യാഗപീഠം എൻ്റെ നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. ഈ തീ കെട്ടുപോകരുത്, ഈ തീ കെട്ടുപോകരുത്. പരിശുദ്ധാത്മാവിനെ കെടുക്കരുതെന്ന് എഴുതിയിരിക്കുന്നത്. തീ കെട്ടുപോകരുത്. ഇതൊക്കെ തീ കെടുത്തുന്ന സാധനങ്ങൾ. ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരരുത്. സ്നേഹത്തിൽ കലർപ്പ് കയറുമ്പോൾ, നിർവ്യാജമായ സ്നേഹഭാവം നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ, പ്രതികാര മനോഭാവങ്ങളും വേദനയും മുറിവും കയ്പും വെച്ചുകൊണ്ട് നടക്കുമ്പോൾ തിന്മ ജയിക്കുക. യാഗപീഠം ഉയരുന്നില്ല, തീ കെട്ടുപോവുക ചെയ്യുന്നത്. നിരന്തരം തീ കത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ഉപവാസത്തിൻ്റെ നാളുകൾ പരിശുദ്ധാത്മാവ് അങ്ങനെ എന്നെ ഒന്ന് തട്ടി ഉണർത്തണമെന്നുള്ള കൊതിയോടെ ഇരിക്കണം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഭൂരിഭാഗം പേരും നല്ല പക്വതയും പ്രായമുള്ള ആളുകളാണല്ലോ. ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയവരാ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, പരിശുദ്ധാത്മാവിന് ഏത് കാലഘട്ടത്തിലും ഏത് പ്രായത്തിലും ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ, 80 വയസ്സിന് പുറത്ത് പ്രായമുള്ള യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തണമെന്ന് ചിന്തിക്കത്തക്ക നിലവാരത്തിൽ യോഹന്നാനിൽ ഒരു ആത്മസാന്നിധ്യമുണ്ടെന്ന് രാജാവ് തിരിച്ചറിഞ്ഞെങ്കിൽ, പ്രായമല്ല വിഷയം, സമർപ്പണമാ വിഷയം. കർത്താവിന് ഏത് സാഹചര്യത്തിലും ഏത് കാലഘട്ടത്തിലും പ്രവർത്തിക്കാൻ കഴിയും, പുതുക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ പകലിൽ ഈ ഉപവാസത്തിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാട്ടെ. ഈ വചനത്തിന് മുൻപിൽ സമർപ്പിക്കുക. വചനം നമ്മളിൽ ക്രിയ ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ ദൈവസഭയിൽ ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ ദൈവം ഒരവസരം നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെ ഓർക്കുന്നു. പ്രിയ മേവറീസ് പാസ്റ്ററെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ കർത്തദാസന്മാരെ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടാനും ശുശ്രൂഷ അനുഭവിക്കാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. പാസ്റ്റർ എന്നെ എങ്ങനെ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. എന്നാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ സഭയിൽ ഒരു പ്രാവശ്യം ഒരു ഉപവാസപ്രാർത്ഥന വരാനും കർത്താവിന് ഈ അവസരം തന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യം കൂടെ ഇവിടെ വരാൻ ദൈവം ഒരവസരം നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവസന്നിധി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിപ്പാനിടയായിത്തീരട്ടെ. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥനയോടെ ആയിരിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 8 വാക്യം വായിക്കാം. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനും ആകുന്നു. ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നിങ്ങളുടെ വലിയ സാന്നിധ്യത്തിനായി നന്ദി. നിങ്ങളുടെ വിലയേറിയ ഭൃത്യന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, സഭയുടെ ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവദാസന്മാരെ ഒരിക്കൽ കൂടെ അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നദ്ധയിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇടങ്ങൾക്കും ഒരു ദിവസമായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി നന്ദി കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് എല്ലാവരോടും സംസാരിക്കണമേ. ഇത്രയും സമയം ഇടപെട്ടല്ലോ, തുടർമാനമായി ദൈവം സംസാരിക്കണമേ. ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ മക്കളെ ഏൽപ്പിക്കുന്നു. പൊന്നുനാമം മഹത്വപ്പെടണമേ. കരങ്ങൾ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഇവിടെ വായിച്ച വാക്യം ഇങ്ങനെയാണ്: എങ്കിലേ യഹോവേ, നീ ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ കളിമണ്ണാണ്, നീ ഞങ്ങളെ മനയുന്നവൻ ആകുന്നു. ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. ഈ അധ്യായത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസാന്നിധ്യത്തിന് വേണ്ടി നിലവിളിക്കുന്ന അല്ലെങ്കിൽ അയ്യം വിളിക്കുന്ന ഒരു പ്രവാചകനെയാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ വാക്യം കൊണ്ട് വായിച്ചു. ഒന്നാമത്തെ വാക്യം: അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ദൈവസാന്നിധ്യം ഇറങ്ങി വരുവാൻ വേണ്ടി ദൈവത്തോട് യാചിക്കുന്ന അല്ലെങ്കിൽ അയ്യം വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രവാചകനെ നമ്മൾ കാണുന്നു. ഇത് ഏത് അളവിൽ വേണം വരാനെന്നും കൂടെ പറയുന്നു. വന്നോണം വരണേന്ന് പറയും മാത്രമല്ല, നിങ്ങളുടെ വലിയ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ സംഭവിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. ഒന്ന്, ദൈവമേ, നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുന്ന തീയിൽ ചുള്ളി കത്തുന്ന പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്ന പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്ക വണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇറങ്ങി വരണം എന്ന് പറയുക മാത്രമല്ല, ഇനി ഇറങ്ങി വരേണ്ട ആ ലെവല് പറയുന്നു. തീയിൽ ചുള്ളി കത്തുന്ന പോലെ, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെ മലകൾ ഉരുകത്തക്ക നിലയിൽ നിങ്ങൾ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അത് വെളിപ്പെട്ടേ മതിയാകൂ എന്ന് നിലവിളിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾ ആ വാക്യങ്ങളിലുണ്ട്. എന്നാൽ അത് മാത്രമല്ല, ഞങ്ങളിപ്പോൾ എങ്ങനെയായിരിക്കുന്നു എന്നും കൂടെ പറയുകയാണ്. അതിൻ്റെ 6ാമത്തെ വാക്യം: ഞങ്ങൾ എങ്ങനെയായിരിക്കുന്നു? ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ വിശുദ്ധരായിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു? അശുദ്ധനെ പോലെ തീർന്നു. പ്രവാചകൻ ഇത് പറയുമ്പോൾ ഇവരെല്ലാവരും അശുദ്ധരായിരിക്കുന്നു എന്നല്ല പറയുന്നത്, ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയി. ഞങ്ങൾ കത്തോലിക്ക എന്നാണ് വിശ്വാസത്തിലുള്ളത്. കത്തോലിക്കലായിരിക്കുന്ന കാലത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ കുമ്പസാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ വിഴ, എൻ്റെ വലിയ വിഴ എന്ന് പറയാറ്. പെന്തിക്കോസിൽ വന്നപ്പോൾ നമ്മൾ മാറ്റി നിൻ്റെ വിഴ, നിൻ്റെ വലിയ വിഴ എന്നാക്കി. എൻ്റെ വിഴയോ എൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ നോക്കുന്ന രീതി പലർക്കും കുറവാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ തെളിയിക്കലാണ് നമ്മുടെ കഴിവ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ പറയുന്നു അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാവരും. അവൾ സ്വന്തം അല്ലെങ്കിൽ ഇതെല്ലാം ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു ഞങ്ങളെല്ലാവരും എന്തായി മാറി? അശുദ്ധനെ പോലെയായി മാറി. അടുത്തത്, ഞങ്ങളുടെ നീതി പ്രവർത്തികളോ എല്ലാം ഇങ്ങനെ ഭംഗിയായി നടക്കുന്നുണ്ട്, നീതി പ്രവർത്തികൾ നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം എന്താണ്? കറപുരണ്ട തുണി പോലെയായി മാറി. പിന്നെന്താ? ഞങ്ങളെല്ലാവരും ഇല പോലെ വാടി. ശരിക്ക് എന്താണ്? ഇല പോലെ വാടിപ്പോയിരിക്കുന്നു. പിന്നെന്താ? ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ ഞങ്ങളെ കാറ്റുപോലെ ഇങ്ങനെ ഇട്ട് പറപ്പിക്കുന്നു. അടുത്തത്, നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനും. അടുത്ത് പറഞ്ഞ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ലെന്ന് പറയുകയാണ്. ഒരിക്കലുണ്ടായിരുന്ന ചിലത് ഇപ്പോൾ ഇല്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്താണ്? നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ, നിന്നെ മുറുകെ പിടിപ്പാൻ ഉത്സാഹിക്കുന്നവനും ആരുമില്ല. അല്ലെങ്കിൽ അതിന്റെ ഇങ്ങനെ പറയട്ടെ, താഴ്ശോധനം മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന, വീണുകിടന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞ്, യാക്കോബ് പറഞ്ഞതുപോലെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല എന്ന് പറയത്തക്ക രീതിയിൽ പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ച, പ്രാർത്ഥനയിൽ പോരാടിയ, പ്രാർത്ഥനയ്ക്കായി ഉണർത്തപ്പെട്ട ആ ഒരു നല്ല കാലം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ വിളിച്ചപേക്ഷിക്കുന്നവൻ ഇല്ല, മുറുകെ പിടിക്കുന്നവൻ ഇല്ല, ഉത്സാഹിക്കുന്നവൻ ഇല്ല. അങ്ങനെ പല ഇല്ലായ്മകളും കേടുപാടുകളും തകരാറുകളെല്ലാം വന്ന് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി അയ്യം വിളിച്ചുകൊണ്ട് ദൈവം ഇറങ്ങി വന്നേ മതിയാകൂ എന്ന് പറഞ്ഞ് താഴോട്ട് വരുമ്പോഴാണ്
നമ്മൾ വായിച്ച വാക്യം പറയുന്നത് എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്. ഞങ്ങളുടെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും, സ്ഥിതികൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും, അതിനപ്പുറം ദൈവത്താൽ ചിലതെല്ലാം സാധിക്കും, സാധ്യമാകും, നടക്കും, അത് പ്രാപിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പറയുന്നു, എങ്കിലും യഹോവേ, നീ ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ കളിമണ്ണാണ്, നിങ്ങൾ മെനയുന്നവനാണ് എന്ന് പറഞ്ഞാൽ നിന്റെ കൈപ്പണിയാണ്. അങ്ങ് വിചാരിച്ചാൽ ഈ കേടും ഈ ദോഷവും ഈ ബന്ധനവും ഈ അശുദ്ധിയും ഈ അലസതയും ഈ ഉദാസീനതയും ഈ അലംഭാവവും മാറ്റി എന്നെ പണിയാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള, ഞങ്ങളെ പണിയാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ഒരു ഏറ്റുപറച്ചിലും തിരിച്ചറിവുമാണ്. ഇനി ഇയ്യോബിന്റെ പുസ്തകം 42 പരിചയമുള്ള വാക്യങ്ങൾ, വളരെ ലളിതമായ വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 42 1, 2 വായിച്ചെടുക്കുന്നത്. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബിനോട് ദൈവം അനേക ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഈ 36 മുതലുള്ള അധ്യായങ്ങൾ നോക്കിയാലും ചോദ്യങ്ങളുടെ പരമ്പരയാണ്. അതറിയാമോ, ഇതറിയാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒന്നും അറിയത്തില്ല. കാട്ടുകഴുതെ കെട്ടഴിച്ചതാര് അറിയത്തില്ല. കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്ന ആരാണ് അറിയത്തില്ല. അങ്ങനെ തുടങ്ങി അനേകം ചോദ്യങ്ങൾ വന്നിട്ട് ഒന്നിനും മറുപടി പറയാൻ കഴിയാതെ വായും പൊത്തി നിൽക്കുന്നയാൾ, ഉത്തരവില്ലാത്തൊരാൾ. ഞാൻ നിന്നോട് ചോദിക്കും, നീ അരമുറുക്കിക്കോ, നീ മറുപടി പറയണമെന്നൊക്കെ പറയും, പക്ഷെ ഒന്നും പറയുന്നില്ല. ഒരു വാക്കിനും ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്ത നിലയിൽ വായു പൊത്തി നിൽക്കുകയാണ്. എല്ലാത്തിൻ്റെ ഒടുവിൽ, ഈ ഒടുവിൽ അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാത്തിൻ്റെ ഒടുവിൽ ഒരു മറുപടി ഇയ്യോബ് അങ്ങ് പറഞ്ഞു. എന്താണ് മറുപടി? എനിക്ക് ഒരു കാര്യം അറിയത്തുള്ളൂ, എനിക്ക് ഒന്നേ അറിയത്തുള്ളൂ, ഒരു കാര്യം അറിയത്തുള്ളൂ, അതറിയാം, അതിന്നതാണ്. എൻ്റെ ദൈവമേ, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങൾ ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. വേറെ ഒന്നും അറിയത്തില്ല. എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ ദൈവത്തിന് എന്ന് പറഞ്ഞാൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ സ്തോത്രം, നീ അതിനെ 6 കഷ്ടത്തിലാക്കാൻ കഴിയും, പക്ഷേ 7ാമത്തെ തിന്മ നിന്നെ തൊടുകയില്ല. സ്തോത്രം ചെയ്യുന്നു. നിനക്ക് മുറിക്കാൻ കഴിയും, അതുപോലെ തന്നെ നിനക്ക് മുറിവ് കെട്ടാനും കഴിയും. നീ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊടിഞ്ഞു പോവുകയല്ല, ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അപ്പം ദൈവത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടത്തിൽ കൂടെ പോയി, പരിശോധനയിലൂടെ പോയി. നമുക്കറിയാം ഒരു സമയത്ത് എല്ലാം പോവുകയാണ്, എല്ലാം നഷ്ടപ്പെടുകയാണ്, എല്ലാം തീർന്നെന്നുള്ള അറിവ് കിട്ടുന്ന സമയമാണ്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നൊരു ഭക്തനായിരുന്നു. അതങ്ങനെ ഇങ്ങ് സഹിച്ചു പോട്ടെ എന്ന് വിചാരിച്ച് പിള്ളേരും പോയി, സമ്പത്തും എല്ലാം പോയി. ദൈവം തന്നെ ദൈവം എടുത്തല്ലോ എന്നോർത്ത് സമാധാനിക്കുമ്പോൾ ശരീരം മുഴുവൻ പരിക്കൾ ബാധിച്ച് രോഗിയായി അല്ലെങ്കിൽ അസ്വസ്ഥനായി, ശരീരം സകലം പരിക്കൾ ബാധിക്കപ്പെട്ടൊരു ഓട്ട് കഷ്ണം എടുത്ത്, പിള്ളേർ ഗിറ്റാറൊക്കെ വായിക്കുന്ന പോലെ അദ്ദേഹം രാവിലെ ഒരു വൈകുന്നേരം വരെ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്, ചൊറിയുകയാണ്, അസ്വസ്ഥനാണ്, ഒരു മൂലയിൽ കോണിൽ ഒതുങ്ങി കിടക്കുകയാണ്, യാതൊരുവിധ സന്തോഷമില്ല. ഈ അവസ്ഥ കണ്ടപ്പോൾ ഭാര്യ പറഞ്ഞു, ഈ സ്ഥിതി കുറെ നാളായി കാണുകയും കേൾക്കുകയും ചെയ്ത ഭാര്യ പറഞ്ഞു, ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ അതങ്ങ് വിട്ടുകള. ഇനി അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇനി അതിൻ്റെ ആവശ്യമില്ല. ഭാര്യ പറയുന്ന വാക്കിതാണ്, ഇനി എന്തിനീ ഭക്തി, ഇനി എന്തിനീ ദൈവം, ഇനി എന്തിനീ വിശ്വാസം, ഇനി എന്തിനീ ആത്മീയം, ഇനി എന്തിനീ സ്തോത്രം, രണ്ടും കൂടെ എന്തിനാണ്? ഇത്ര നാളൊക്കെ ചെയ്തില്ലേ, പിടിച്ചില്ലേ, വിശ്വസിച്ചില്ലേ, എന്ത് കിട്ടി? ഇതല്ലേ കിട്ടിയത്, വിട്ടേക്ക്, അതങ്ങ് ത്യജിച്ചു പറ. എന്നിട്ട് പോയി എന്നാ മനുഷ്യ നിങ്ങൾ തന്നെ നരയ്ക്കുന്ന പോയി ചാകുന്ന് പറയുകയാണെങ്കിൽ മനസ്സിലാവും. എന്നാൽ അവർ പറഞ്ഞ വാക്കിനകത്ത് വേറൊരു കാര്യം പ്രധാനമായി പറഞ്ഞു, ഭക്തി ഇനിയും മുറുകെ പിടിക്കരുത്, അതിൻ്റെ ആവശ്യം ഇനി നിനക്കില്ല, കാരണം അതിൻ്റെ ഗുണം നിനക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് നീ അത് വിട്ടുകളയാൻ പറയുകയാണ്. സോദരൻ, യോ പലപ്പോഴായി പറഞ്ഞ വാക്കുകളിൽ ഒരു വാക്കിങ്ങനെയാണ്, അവൻ എന്നെ കൊന്നാലും
ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. എന്നെ നടപ്പ് ഞാൻ മുമ്പാകെ തെളിയിക്കും. ഹല്ലേലൂയ. ഒരു നിമിഷം ഈ മക്കൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ കാലങ്ങൾ ഒത്തിരിയായി, വർഷങ്ങൾ കടന്നുപോയി, പരുക്കൻ ജീവിതാനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്, മറുപടി കിട്ടാത്ത വിഷയങ്ങളുണ്ട്, വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പലതും ഉണ്ടെന്ന് ശരിയാണ്. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, എന്ത് വിട്ടാലും എന്ത് പോയാലും എനിക്ക് വിടാൻ കഴിയാത്തത്, എനിക്ക് മാറ്റിവെക്കാൻ കഴിയാത്തത് എൻ്റെ ദൈവമായുള്ള ബന്ധമാണ്, ഭക്തിയാണ്, ദൈവാശ്രയമാണ്, പ്രാർത്ഥനാ ജീവിതമാണ്, ദൈവാശ്രയമാണ്. എത്ര വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് വിടാനാവില്ല, ഞാൻ വിടുകയില്ല. അതുകൊണ്ടാണ് തിമോത്തിയോസ് ലേഖനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ. വേഷത്തിന് ശക്തിയില്ലെങ്കിലും ഭക്തന്റെ ഭക്തിക്ക് ഒരു ശക്തിയുണ്ട്, അത് കാലം തെളിയിക്കാൻ പോവുകയാണ്. എത്ര വിശ്വസിക്കുന്ന? ഹല്ലേലൂയ. വിശ്വസിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളായി ദൈവത്തെ മുറുകെ പിടിക്കുന്ന, ഈ കർത്താവിനെ കാത്തിരിക്കുന്ന, ഈ ആരാധനയിൽ വില കൊടുത്ത് പിടിച്ചു നിൽക്കുന്ന, ഈ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ചിലതെല്ലാം തടയപ്പെട്ടെങ്കിലും, മുടങ്ങിയെങ്കിലും, വൈകിയെങ്കിലും, കാലതാമസം നേരിട്ടെങ്കിലും നീ നിന്റെ ഭക്തി മുറുകെ പിടിക്കുന്നെങ്കിൽ, ഭക്തിയെ നീ മുറുകെ പിടിക്കുന്നെങ്കിൽ, വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നെങ്കിൽ, ഒരു കാര്യം നിനക്ക് പറയാൻ കഴിയും: ദൈവമേ, നിനക്ക് സകലതും കഴിയും, നിനക്ക് സകലതും കഴിയും. നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. എത്ര വിശ്വസിക്കുന്നു? ദൈവം എന്നെക്കുറിച്ചോ, എൻ്റെ കുടുംബത്തെക്കുറിച്ചോ, എൻ്റെ തലമുറയെക്കുറിച്ചോ, എൻ്റെ ഭാവിയെക്കുറിച്ചോ, എൻ്റെ ജോലിയെക്കുറിച്ചോ, എൻ്റെ ആത്മീയ ജീവിതത്തെയോ ശുശ്രൂഷയെക്കുറിച്ചോ ദൈവം എന്ത് വിചാരിച്ചിട്ടുണ്ടോ, അവൻ്റെ വിചാരങ്ങളോ ഉദ്ദേശങ്ങളോ ഒന്നും അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു. വിശ്വാസം എത്ര പേർക്ക് ഇത് പറയാൻ കഴിയും? ഹല്ലേലൂയ. ദൈവത്തിന് സകലതും കഴിയും. ഏത് കേട് വന്നതിനെ പണിയാൻ കഴിയുന്ന ഒരു കുശവന്റെ കൈകളാണ് ഇന്ന് പകൽ ഇവിടെ ആവരിക്കുന്നത്. ഏതും കേടായതിനെയും പണിയാൻ കഴിയുന്ന ഒരു കുശവന്റെ കാൽച്ചൂട്ടിലാണ് നമ്മളായിരിക്കുന്നതെങ്കിൽ അവൻ പണിയുന്നവനാണ്, മെനയുന്നവനാണ്, കേട് തീർക്കുന്നവനാണ്, യഥാസ്ഥാനപ്പെടുത്തുന്നവനാണ്, പുറത്ത് കൊണ്ടുവരുന്നവനാണ്. നിന്റെ തലമുറയെ വിടുവിക്കാൻ, നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ, നിന്റെ ജീവിതത്തെ മാറ്റുവാൻ, രോഗബന്ധനങ്ങൾ അഴിക്കുവാൻ, ആത്മീയമായി ചൈതന്യത്തിലേക്ക് നയിക്കുവാൻ, നിന്റെ യാഗപീഠത്തിൽ നമുക്ക് കേട്ടുകൊണ്ടതുപോലെ തീ വീണ്ടും കത്താൻ, അവൻ മനസ്സിലേക്ക്, ചിന്തയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ തീ കത്തി ഇറങ്ങുവാനായി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, നിന്റെ യാഗപീഠത്തിൽ പുതിയ തീ കത്താൻ പോവുകയാണ്. എല്ലാ കെട്ടുകളും അഴിയുന്ന, എല്ലാ മന്നതകളും മാറുന്ന, എല്ലാ മൂടലുകളും മാറുന്ന, എല്ലാ മയക്കവും മാറുന്ന ഒരു ദൈവിക പദ്ധതി നിറവേറുവാനായി നിനക്ക് സകലതും കഴിയും, നിനക്ക് സകലതും കഴിയും. ഇനി ദൈവത്തിന് എന്തൊക്കെ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് വളരെ പരിചയമുള്ള ലളിതമായ കാര്യങ്ങൾ ഓർപ്പിക്കും. ചില രോഗികളെ ഡോക്ടർമാർ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർമാർ, സാറിന് മെഡിക്കൽ സയൻസ് പറയുന്നത് ഇങ്ങനെയാണ്: ഇത് കൂടിപ്പോയി, ഇത് അറിയാൻ വൈകിപ്പോയി, ശരീരത്തിൽ ഇങ്ങനെ അതിൻ്റെ 4th സ്റ്റേജായി 3rd സ്റ്റേജായൊക്കെ പറയും. അവിടെ ഇനി ഒന്നും ചെയ്യാനില്ല, മുഴുവൻ ശരീരം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി കൂടി വന്നാൽ 3 മാസം ജീവിക്കും. പിന്നെ അവർക്ക് പറയാനുള്ളത്, ഇനി ജീവിക്കുന്നൊരു കാലയളവിനെക്കുറിച്ച് ഒരു അഭിപ്രായമേ അവർക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും നടക്കില്ല എന്നാണ് എപ്പോഴും പറയുന്നത്. അങ്ങനെ 3 മാസം കൊണ്ട് ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരാൾ എറണാകുളത്ത് ഇപ്പോഴും 33 വർഷം കൊണ്ട് ജീവിച്ചിരിപ്പുണ്ട്. മനുഷ്യരുടെ വാക്കുകൾ ചിലപ്പോൾ അങ്ങനെ മാറാം, പക്ഷെ ദൈവത്തിൻ്റെ വാക്കുകൾ അങ്ങനെ മാറുന്നില്ല. ദൈവത്തിന് ഏത് അവസ്ഥയിൽ വരെ ചെയ്യാൻ പറ്റും, എപ്പോൾ ആയാൽ ചെയ്യാൻ പറ്റും, എന്ത് വരെ എത്തിയാൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് വളരെ പരിചയമുള്ള നമുക്ക് ലൂക്കോസ് 7:11 വായിച്ച് പറഞ്ഞ വാക്കാണ്, നിനക്ക് സകലതും കഴിയും എന്ന് പറഞ്ഞതിൻ്റെ വാക്ക്. 12ാമത്തെ വാക്കെന്ന് വായിച്ച് കത്താണ് അറിയാവുന്ന ഭാഗം.
പിറ്റന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഇപ്പൊ എല്ലാ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പണ്ടിങ്ങനെ റോഡിൽ കൂടെ ആളുകൾ തോളയിൽ വെച്ച് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വണ്ടിയിൽ വെച്ച് തള്ളിക്കൊണ്ടൊക്കെ പോകുന്നൊരു കാലത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇപ്പം അങ്ങനെ കാണാൻ പറ്റത്തില്ല, വല്ല ആംബുലൻസിനകത്താണ്. പക്ഷേ എന്ന് പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് ഒരു ശവം, ഒരു വിലാപയാത്ര വരുന്നു, ശവം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിലേക്ക് നോക്കിയാൽ ആ സ്ത്രീയുടെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയി, ഒരു മകൻ മാത്രം ഉണ്ടായിരുന്നു, മകൻ മരിച്ചു, വലിയ വേദനയായി, ജനത്തിന് വിഷമായി വിലാപയാത്ര വരുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ യേശുവും ശിഷ്യന്മാരുടെ വരികയാണ്. ശവം വന്നപ്പോൾ സൈഡിലിട്ട് മാറി കർത്താവ് നിന്നെങ്കിൽ നോക്കുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ചാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കരഞ്ഞുകൊണ്ട് വരുന്ന ആ സ്ത്രീയുടെ മരിച്ച പയ്യൻ്റെ അമ്മയെ കണ്ടപ്പോൾ അവിടെ വായിക്കുന്ന വാക്കിനെയാണ്, അവളെ കണ്ട് മനസ്സലിഞ്ഞു. ഇന്ന് പകൽ എന്നെയും നിങ്ങളെയും നോക്കി മനസ്സലിയുന്ന, ആ മനസ്സലിഞ്ഞെങ്കിൽ സ്വതന്ത്രിയ അവൻ മനസ്സലിയുള്ള ദൈവമാണ്. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധൻ പറയുന്നു, യേശു നിന്നെ നോക്കി മനസ്സലിയുന്നെങ്കിൽ, ആ മനസ്സലിഞ്ഞെന്നുള്ളത് ശരിയാണെങ്കിൽ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കുന്നില്ല, എന്തൊക്കെ സാധിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവോട് പറയുക കരയേണ്ടത്. സാധാരണ നമ്മളാൾക്കാർ ഭാര്യയും ഭർത്താവൊക്കെ കൂടി പട കൂടിയിട്ട് കരയുക വന്നിരിക്കുന്നു. ഭാര്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞൊക്കെ തീർന്നു, ഇനി എന്നെ കരയാനെന്ന് വിചാരിച്ച് നിർത്തി. ഒരു ബോക്സ് ടിഷ്യൂ പേപ്പറൊക്കെ തുടച്ച് തീർത്തിങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവ് പറയുക, നീ എന്തിനാ കരയില്ലേ എന്ന് പറയാം, അങ്ങ് വീണ്ടും കരയും. പിള്ളേരും അങ്ങനെയാണ്. എന്നാൽ യേശു കരയണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി നീ ഈ വിഷയത്തിൽ കരയില്ലെന്നാണ്. ഇനി നീ കരയേണ്ട വരില്ല ഈ വിഷയത്തിൽ. അത് ശ്രദ്ധിക്കുന്നു, നിന്റെ തലമുറയുടെ വിഷയത്തിൽ നീ ഒത്തിരി കരഞ്ഞെങ്കിൽ ദൈവം പറയുകയാണ് ഇനി നീ കരയില്ല, ദൈവം അത് അനുവദിക്കത്തില്ല. അത്ര ശ്രദ്ധിക്കുന്നില്ല. നീ കരഞ്ഞുകൊണ്ട് വരുന്നത്, വിലാപയാത്രയെ വന്നുകൊണ്ടിരിക്കുന്നത് നിന്റെ തലമുറയ്ക്ക് വേണ്ടിയാണെങ്കിൽ സ്വതന്ത്രിയ അത് ഇങ്ങനെയായി പോയല്ലോ എന്നുള്ള വേദന കൊണ്ടാണ്, എനിക്ക് ഇങ്ങനെ വന്നല്ലോ എന്നുള്ള വേദന കൊണ്ടാണ് നീ കരയുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, യേശുവിൻ്റെ വാക്കിങ്ങനെയാണ്, കരയണ്ട. എന്തുകൊണ്ട്? എൻ്റെ മനസ്സ് നിനക്ക് വേണ്ടി അലിയുന്നു. സ്വതന്ത്രം ചെയ്തറിയ ഈ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ മനസ്സ് നമുക്ക് വേണ്ടി അലിയുന്ന സ്വതന്ത്രം വിശ്വസിക്കുന്നവരെല്ലാം സ്വാതന്ത്ര്യം. എത്ര പേർക്ക് ആ ഒരു ഒരുക്കത്തോടെ, ആ ഒരു നിലവിളിയോടെ, ആ ഒരു കണ്ണുനീരോടെ, ആ കൃതജ്ഞൊരുക്കത്തോടെ, ഏകാഗ്രതയോടെ, ആവശ്യബോധത്തോടെ, ആത്മാർത്ഥതയോടെ ദൈവത്തിൽ വന്നിരിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് മകൾ പരിശുദ്ധൻ പറയുന്നു, അവൻ്റെ മനസ്സ് നിനക്ക് വേണ്ടി അലിയുവാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ വന്നതുപോലെ അങ്ങ് പോവുകയല്ല, ഇതൊരു സ്ഥിരം പതിവായിരിക്കുകയല്ല. ദൈവം നിന്റെ ജനത്തിന് സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കും. സ്വന്തം ജുഡം തന്നെ പല കിടക്കുന്നതിന്, പല തിരികല കിടക്കുന്നതിന്, അണ്ടലാറി കിടക്കുന്നതിന്, വൈശന്തിന് കിടക്കുന്നതിന്. 18 വർഷമായി കൂന് വാദിച്ച ഒരു സ്ത്രീ, കൂന് കൂടിക്കൂടി വരുമ്പോഴും പള്ളി പോക്ക് അവൾ മുടക്കിയിട്ടില്ല. പള്ളി വിട്ടിട്ടൊരു കളി അവൾക്ക് വേണ്ട എന്നൊരു ചിന്ത അവിടെ ഉള്ളിലുണ്ടായിരുന്നു. ആരെയും നോക്കാനും അവരുടെ മുഖത്തേക്ക് നോക്കാനും നിവർന്നു നോക്കാനും ഒന്നും കഴിയത്തില്ല. കുമ്പിട്ട് കീഴെ മണ്ണിലേക്ക് മാത്രം നോക്കി നടന്ന് അവൾ അന്നും പള്ളിയിൽ കയറിയിരുന്നു. അതെന്താ പ്രത്യേകത നമുക്കറിയത്തില്ല, ആരാ വന്നേക്കുന്നത് നമുക്കറിയത്തില്ല, ഇന്നിവിടെ എന്തെങ്കിലും പ്രത്യേകമായി നടക്കുന്നു പക്ഷെ അറിയത്തില്ല. പക്ഷേ അവളെ കണ്ട് മനസ്സലിഞ്ഞപ്പോൾ വിശ്വസിക്കുന്ന സ്വതന്ത്രിയ യേശുവിന്റെ കയ്യൊപ്പ് അവിടെ മുതുകത്ത് പതിഞ്ഞു. ഹല്ലേലൂയ. നാളിതുപോലെ കുനിഞ്ഞു നിന്ന, കുമ്പിട്ട് നിന്ന, തല നിവരാത്ത നിന്റെ തലയെ എന്നേക്ക് നിവർത്തുന്നവന്റെ ശക്തി വിശ്വസിക്കുന്നവർ സ്വതന്ത്രം ചെയ്യാമോ? ഉടമ്പരകലുക. പലതിനാലും തലകുനിഞ്ഞവർ, പണമില്ലാത്തതിനാൽ തലകുനിഞ്ഞവർ, ഹല്ലേലൂയ, രോഗത്താൽ തലകുനിഞ്ഞിരിക്കുന്നവർ, പിള്ളേരുടെ ഭാവിയോർ തലകുനിഞ്ഞിരിക്കുന്നവർ, കടഭാരം തലകുനിഞ്ഞിരിക്കുന്നവർ, സ്വതന്ത്രം. ഓരോ വേദനിപ്പിക്കുന്ന വിഷയത്തിൽ നിന്റെ തലകുമ്പിട്ടിരിക്കുന്നെങ്കിൽ പരിശുദ്ധൻ പറയുന്നു, യേശുവിന്റെ കയ്യൊപ്പ് ഇന്ന് പകൽ ഈ ഉപവാസത്തിൽ നിന്റെ മേൽ പതിയുമ്പോൾ നിന്റെ തല കുനിയല്ല, നിന്റെ തല നിവരുന്ന ഒരു ദൈവിക ഇടപെടൽ നടക്കുകയാണ്. അതിന് 18 വർഷം കൊണ്ട് കുനിഞ്ഞു.
15 വർഷം കൊണ്ട് കുനിഞ്ഞു, ഇനി 18 വർഷം കൊണ്ട് കുനിഞ്ഞു, ഇനി നിവരാൻ 18 വർഷമൊന്നും വേണ്ട. ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. എന്തെങ്കിലുമൊക്കെ അങ്ങ് നിവരിയല്ല, ഇന്ന് നിവരുന്ന, ഇപ്പോൾ നിവരുന്ന, നിവർത്തുന്നവന്റെ കരം ഇന്ന് എത്ര പേര് പ്രതീക്ഷിക്കുന്നുണ്ട്? എന്തെങ്കിലും നിവരുമെന്നല്ല, അവന്റെ കൈ പതിഞ്ഞാൽ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ തലകുനിച്ചു പോയ ജനര്, കടഭാര നിമിത്തം തലകുനിഞ്ഞു പോയ ജനര്, സാമ്പത്തിക പ്രതിസന്ധി നിമിത്തം തല നിവർത്താൻ കഴിയാത്തവര്, തലമുറയുടെ ഭാവി ഓർത്തിട്ട്, അവിടെ ജീവിതത്തെ കണ്ടിട്ട്, അവിടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നോക്കിയിട്ട് തല നിവരാൻ കഴിയാതെ തലകുമ്പിട്ട് നിന്നോട് ഇന്ന് ദൈവാത്മാ പറയുന്നു, ദൈവം നിന്റെ തലയെ നിവർത്താൻ പോവുകയാണ്. കുമ്പിട്ട് കഴിയാനല്ല, അവൻ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. ഇവിടെ അവൻ ശവം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ആ സൈഡ് നോക്കിയാൽ എല്ലാം പോയി, തലമുറയും പോയി, എല്ലാം തീർന്നു, ശവമായി പെട്ടിയിലാക്കി ശവക്കോട്ടയിലേക്ക് പോവുകയാണ്. കർത്താവ് മനസ്സലിഞ്ഞിട്ട് പറഞ്ഞു, നീ കരയണ്ട, ആണ് നിനക്ക് സകലം കഴിയും എന്ന് പറഞ്ഞാൽ ഇനി എന്നാ ചെയ്യാനാന്ന് ചോദിച്ചാൽ ഇനിയും ചെയ്യാൻ പറ്റുമെന്നാണ്. നമ്മൾ ചോദിക്കുന്ന എല്ലാം പോയില്ലേ, സമയം കഴിഞ്ഞില്ലേ, കാലം കഴിഞ്ഞില്ലേ, ചെയ്യാനാണെങ്കിൽ അന്നെങ്ങാണ്ട് ചെയ്യണ്ടേ. കർത്താവിൻ്റെ സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. വിശ്വസിക്കുന്ന സ്വതന്ത്രം ചെയ്താട്ടെ. ചില ദൈവം സമയം കഴിഞ്ഞിട്ടില്ല. കർത്താവ് ഉണ്ടേൽ സമയം ഏത് കാലത്തും അത് സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന സ്വതന്ത്രം ചെയ്യാമോ? കർത്താവ് ആ ചെറുക്കൻ്റെ കയ്യെ പിടിച്ച് കഴിപ്പിച്ച് വർത്താനം പറയിച്ച് അമ്മയ്ക്ക് കൊടുത്ത് അമ്മയും മോനും കൂടെ പാട്ടുപാടി വീട്ടിൽ പോയി. വിലാപയാത്ര വന്നവര്, ശവപ്പെട്ടി കൊണ്ട് വന്നവര്, ശവപ്പെട്ടി സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വിറ്റ്, ശവപ്പെട്ടി വീട്ടിൽ കൊണ്ടുപോയി തുണി അലക്കി മടക്കി വയ്ക്കാൻ പറ്റുമോ? ഒരു കാലിപ്പെട്ടി കിട്ടിയിരിക്കട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അത് കൊണ്ടുപോയി വിറ്റ് കാശും മേടിച്ചുകൊണ്ടേൽ പോയി. കുഴിയൊക്കെ കുഴിച്ച് നിന്നവർ കുഴിയും മൂടിപ്പോയി. കഥാവിശ്വാസം നമ്മുടെ ഇവിടുത്തെ രീതിയിൽ ശവക്കോട്ടയിൽ ഇങ്ങനെ ഈ ഒരു പൊതി കാണുമല്ലോ, ചിങ്ങമ്പഴവും മണ്ണും ഉഴുന്നോടെയൊക്കെ ആയിട്ട് നിൽക്കുന്നവർ കാണും. അവർ പൊതിയടിച്ച് വീട്ടിൽ പോയി. അമ്മയും മോനും പാട്ടുപാടി വീട്ടിൽ പോയി. നിനക്ക് സകലതും കഴിയും, നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല. എത്ര വിശ്വാസത്തോടെ പറയാൻ പറ്റും? പെട്ടി ഉണ്ടാക്കിയത് ശരിയാണെങ്കിലും അത് ഏക്കാതെ ആക്കാൻ ദൈവത്തിന് കഴിയും. കുഴി കുഴിച്ചത് ശരിയാണെങ്കിൽ അത് ആളെ വെക്കാതെ മൂടാനുള്ള വഴി ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. പൊതിയും കൊണ്ട് വന്നെങ്കിൽ അവനെ വല്ല വിശപ്പടങ്ങി വീട്ടിൽ പോകുകയല്ലാതെ ഈ കാലത്തൊന്നും ഈ പറയപ്പെട്ട സംഭവം നടക്കില്ല. നിന്റെ മേൽ നിഴലിടുന്ന മരണഭീതി, പരിശുദ്ധ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിന്നെ അലട്ടുന്ന മരണഭീതി ഇന്ന മകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ്. ഭയം നിന്നെ വിട്ടു മാറുകയാണ്. ആയുസിനെ കുറിച്ചുള്ള ഭീതി, മരണഭീതി സ്വന്തം ചെല്ലുക. നിനക്ക് സകലതും കഴിയുമെങ്കിൽ മരണഭീതി ഇന്ന മകൾ നിന്നെ വിട്ടുമാറി നിന്റെ ആയുസിനെ അധികം ദീർഘമാക്കുന്ന, നിന്റെ സാധ്യതകളെ അനന്തമാക്കുന്ന, നിന്റെ വഴികളെ തുറക്കാൻ കഴിയുന്ന, കെട്ടുപോയ ശവമായി മാറിയവനെ വീട്ടിൽ വിട്ട് പാട്ട് പാടിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ബലമുള്ള കരം എത്ര വിശ്വസിക്കുന്നു? നിനക്ക് സകലതും കഴിയുമെങ്കിൽ മനുഷ്യർ കുഴിച്ച ചില കുഴികളുണ്ട്, മനുഷ്യർ തല്ലിക്കൂട്ടിയ പെട്ടികളുണ്ട്, മനുഷ്യർ വിധിച്ച ചില വിധികളുണ്ട്. എന്നാൽ ദൈവം അതിന്റെ അപ്പുറത്ത് നിനക്ക് വേണ്ടി അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയും. ഹല്ലേലൂയ. മനസ്സലിയാൻ വേണ്ടി ഭക്തി മുറുകെ പിടിക്കുന്നവന്, യേശുവിനെ മുറുകെ പിടിക്കുന്നവന്, തമ്പുരാനെ തള്ളിക്കളയാതിരിക്കുന്നവന്, പള്ളി വിടാതിരിക്കുന്നവന്, സ്വോത്രം സ്വോത്രം സ്വോത്രം
സ്വതന്ത്രം. ഹല്ലേലൂയ. കൂന് കൂടി 15 വർഷമായാലും ആരാധന മാറ്റിവെക്കാൻ, ആത്മീയ മാറ്റിവെക്കാൻ, പ്രാർത്ഥന മാറ്റിവെക്കാൻ കഴിയാതെ കുനിഞ്ഞിട്ടാണേലും പള്ളിക്കകത്ത് കയറി ഇവിടെ മുതുകത്തിൽ പതിയുന്ന ദൈവത്തിന്റെ കരമിന്ന് കിടക്കുന്ന വലതിരികല കിടക്കുന്ന വലതിരികല കിടക്കുന്ന ആര് കിടക്കുക. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഭാഗം. നമ്മളൊരു ഭയങ്കര ശാപമാണ്, ബന്ധനമാണ്, കെട്ടാണ്. ശരിയാണ്, എല്ലാം ഉണ്ട്. ഇത്രയും വലിയ കെട്ട് ആർക്കുണ്ടെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. മർക്കോസ് 5-ാം അധ്യായത്തിൽ ഭൂതഗ്രസ്തന്റെ കാര്യമാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ലോഡ് പിശാച്, 1-2 അല്ല, പിശാചിനെ ലോഡ് ചെയ്ത് വരിക എന്നൊക്കെ പറയത്തില്ല. ഇതുപോലെയാണ് ആയിരക്കണക്കിന് പിശാചിനെ കയറ്റിക്കൊണ്ട് നടക്കുക. എല്ലാവരും മരിച്ചു അല്ലെങ്കിൽ എല്ലാവരും വീടെടുത്ത് താമസിക്കുന്നു, ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നു, അല്ലെങ്കിൽ അപ്പാർട്ട്മെൻ്റ് എടുത്ത് താമസിക്കുന്നു, അല്ലെങ്കിൽ ഇവൻ ശവക്കോട്ട എടുത്ത് താമസിക്കുക. ഇവനെ ആരെയും കാണണ്ട, കേൾക്കണ്ട, നോക്കണ്ട. അവനെ ഒരു ശ്മശാനമായ അന്തരീക്ഷമാണ് അവന് വേണ്ടത്. ജീവനുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശവം പോലെ ജീവിക്കുന്ന മനുഷ്യൻ, ശവക്കോട്ടയിൽ കഴിയുന്നയാൾ, സുബോധമില്ലാത്ത മനുഷ്യൻ, ആർക്കും വേണ്ടാത്തവൻ, ആരും കാണാൻ കേൾക്കാൻ ഒന്ന് അടുക്കാൻ അനുവദിക്കാതെ, അവനും ആരെയും കാണണ്ട, കേൾക്കണ്ട, അറിയണ്ട. അവനൊരു കല്ല് കിട്ടിയാൽ അവൻ വല്ലോടത്ത് എറിഞ്ഞു കളയല്ല. സ്വന്തം ശരീരത്തെ അവനെ തന്നെ ഇഷ്ടമല്ല, അവനെ തന്നെ വെറുപ്പാണ്. അവനെ കൊല്ലണമെന്നാണ് അവൻ്റെ മനസ്സ്. അവനെ തന്നെ ഇടിക്കുകയാണ്. അതെന്തോ ബന്ധനമാണ്, എന്നെ കഠിനമാണ്. നിനക്ക് സകലതും കഴിയുമെന്ന് പറഞ്ഞൊരു വാക്യം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇത്രയും വലിയ ബന്ധനം ആർക്കെങ്കിലും ഉണ്ടോ? ഇതെന്നാ കെട്ടാന്ന് ചോദിച്ചാൽ അന്യായപ്പെട്ട കെട്ടാണ്. ജീവനുണ്ടെങ്കിലും ശവം പോലെ ശവപ്പറമ്പിൽ ശവക്കോട്ടയ്ക്ക് കല്ലറയ്ക്കകത്ത് ഇരുളിൽ കഴിയുന്ന ഒരാൾ, ഇരുട്ടാണ് അവൻ്റെ ആശ്വാസം. കഴിയുകയാണ്. അവനെ തേടി യേശു വന്നു. സ്വതന്ത്രം. അങ്ങനത്തെ കേസൊന്നും പിടിക്കേണ്ടെന്ന് വിചാരിക്കുന്ന ആളല്ല. ഉദ്ദേശങ്ങൾ ഒന്നും അസാധ്യമല്ല. നമ്മൾ സാധാരണ ഈ വലിയ വലിയ ആൾക്കാരുടെ പേരല്ലേ പറയത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ഇന്നാരെ അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇപ്പം നമ്മുടെ പ്രസ്ഥാനത്തിലാണെങ്കിലും വലിയ വലിയ പാസ്റ്റർമാരുടെ പേരെ നമ്മൾ പറയുന്നു. നമ്മളെ ചെറിയ ചെറിയ പാസ്റ്റർമാരുടെ പേര് നമ്മളെപ്പോഴും അറിയാം. ഇന്നാരെ അറിയുമെന്ന് ചോദിക്കും വലിയ വലിയ ആൾക്കാർ. ഇന്നാളെന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ ഉമ്മൻചാണ്ടിയുടെ വീട് നേരെ ഓപ്പോസിറ്റാന്ന് പറയും. കുറേ നാൾ മുമ്പ് ചോദിച്ചു 1.5 കിലോമീറ്റർ അപ്പുറത്താണ്. എന്നാലും നമ്മൾ ആ വലിയൊരു ആളെ ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. എങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവന് ചിലപ്പോൾ അപ്പൻ കാണും, അമ്മ കാണും, ബന്ധുക്കൾ കാണും. അമ്മണി നല്ല കുടുംബത്തിൽപ്പെട്ട ആളായിരിക്കാം, ഒക്കെ ആയിരിക്കും. ആരെങ്കിലും പറയൂ, എൻ്റെ ചേട്ടനാണ് ആ ശവക്കോട്ടെ കിടക്കുന്നത്, എൻ്റെ കസിനാണ്, നിങ്ങൾക്ക് കുടുംബക്കാരാന്ന് വല്ലതും പറയൂ. ഇങ്ങനെ ആരെങ്കിലും ആ ബന്ധം പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആളെ അറിയാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? പരിചയപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആർക്കും ഓർക്കേണ്ട, കാണേണ്ട, കേൾക്കേണ്ട, അറിയണ്ടാത്ത നിലയിൽ കെട്ടപ്പെട്ട ഒരാൾ അവൻ്റെ അടുക്കലേശു. ഇന്ന് കെട്ടത്ര ഭയങ്കരമാണെന്ന് പറഞ്ഞാലും അഴിക്കുന്നവൻ്റെ സാന്നിധ്യം. നിന്റെ വേദന എത്ര ഭയാനകമാണെങ്കിലും അഴിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. നീ നേരിടുന്ന പ്രശ്നങ്ങൾ എത്ര കഠിനമാണെങ്കിലും അതിനെ അറിഞ്ഞ് അടുക്കുന്ന ദൈവ സാന്നിധ്യം എത്ര വിശ്വസിക്കുന്നില്ല. ചുമ്മാ പറയുകയല്ല, ദൈവാത്മാവ് എന്ന് പറയുന്നു. ചിലരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹാകരുണയുടെ കരം സ്പർശിക്കുന്ന ഒരു പകലായി ദൈവാത്മാവിനെ കാണിക്കുന്നില്ല. ആർക്കും വേണ്ട, എന്താകും എന്നറിയാൻ കഴിയാതെ ഒരു ഭീതി കഴിയുന്ന ചിലരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സ്പർശനം ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ സംഭവിക്കാൻ പോവുകയാണ്. അവൻ്റെ അടുക്ക് ചെന്നു, അവൻ്റെ ഭൂതത്തെ കഥ പുറത്താക്കി. ഭൂതം ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു, എന്നെ ഞങ്ങൾ ഇറക്കുവാണെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് വിടാമെന്ന് ചോദിച്ചു. ഇവിടെ ഇങ്ങനെ കയറിയാലേ പറ്റുള്ളൂ, അതുകൊണ്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു. 2000 പന്നിയുടെ ശരീരത്തിൽ ഈ ഭൂതങ്ങളെല്ലാം കൂടെ കൂടി കയറി. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഇറങ്ങിയതെല്ലാം കൂടെ കയറിയത് എത്ര പന്നികളുമുള്ള 2000 പന്നിയിലാണ് ഇതിനെ ലോഡ് ചെയ്തത്. ഒരു വീട് പൊളിച്ചു കൊണ്ടുപോകുമ്പോൾ അതിങ്ങനെ പല ലോറിയും ആദ്യം ബുൾഡോസറും അതൊക്കെ വന്ന് പൊളിച്ച് പിന്നെ അത് ഓരോ ലോറിക്കകത്ത് കയറ്റി കൊണ്ടുപോകുന്നത് പോലെ ഇവൻ്റെ പിശാച് മുഴുവനും കൂടെ ഇറങ്ങിയിട്ട് 2000 പന്നി ലോഡ് ചെയ്തിട്ട് പന്നിയെല്ലാം കൂടെ ബീച്ചിൽ കാറ്റുകൊള്ളാൻ പോയതല്ല. 2000 പന്നി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയതാണ്, അല്ല ബീച്ചിൽ പോയി കാറ്റുകൊള്ളാൻ പോയതല്ല. 2000 പന്നി കടലിലേക്ക് പോയി കടുംദുഃഖത്തോടെ ചെന്ന് മുങ്ങി ചത്തു എന്നാണ്.
2000 പന്നി ആത്മഹത്യ ചെയ്ത ശക്തി എന്തുകൊണ്ട് ഇവനെ കൊന്നില്ല? ഇവൻ എന്തുകൊണ്ട് മരിച്ചില്ല? മരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ജീവിക്കാൻ കൊതിച്ചിട്ടാണോ? എൻ്റെ ദൈവം അനുവദിക്കാഞ്ഞിട്ടാണ്. ഇന്ന് പകൽ ഇവിടെ ആയിരിക്കും ചിലരുടെ ദൈവം പറയുന്നു, മരിക്കാൻ കാരണമില്ലാഞ്ഞിട്ടല്ല, മരിക്കാൻ അനുവദിക്കാത്തൊരു ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്ന സഹോദരൻ, ഹല്ലേലൂയ. രോഗം ചെറുതായതുകൊണ്ടല്ല, പ്രശ്നങ്ങൾ ചെറുതായതുകൊണ്ടല്ല, കോവിഡ് വരാഞ്ഞിട്ടല്ല, അപകടം ഉണ്ടാകാഞ്ഞിട്ടല്ല, നിരാശ വരാഞ്ഞിട്ടല്ല, ജീവിക്കണ്ടെന്ന് തോന്നാതിരുന്നിട്ടല്ല. ഇതൊക്കെ പലരുടെ ജീവിതം സംഭവിച്ചിട്ട് പോലും നീ ആയുസ്സോടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ നിനക്ക് ചിലതെല്ലാം സാധ്യമാകുകയാണ്. ദൈവം സാധ്യമാക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന സഹോദരൻ, ഹല്ലേലൂയ. ഉടമ്പല പോലെ കിടക. എൻ്റെ അനുസാക്ഷ്യം പറഞ്ഞാൽ, എൻ്റെ അനിയൻ 6ൽ പഠിക്കുമ്പോൾ ഞാൻ 4ൽ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വളരെ പഠിച്ച് നിശ്ചയം പ്രാപിച്ചാണ് 6ലെത്തിയത്. 10 വർഷം കൊണ്ടാണ് 6ാം ക്ലാസ്സിൽ വന്ന് അവിടെ വെച്ച് തന്നെ ഞാൻ അങ്ങ് ഗ്രാജുവേറ്റ് ചെയ്തത്. ഇനി 2 ഭാഷ അറിയത്തുള്ളൂ, ഒന്ന് അന്യഭാഷയും മലയാളമാണ്. അതുകൊണ്ട് ദൈവം, അതുകൊണ്ട് ഞാൻ ലോകത്തിൽ 23 രാജ്യങ്ങളിലെങ്കിലും ഇപ്പോൾ പോയിട്ടുണ്ട്. അത് വേറെ കാര്യം. എന്നാൽ എന്നെ ദൈവത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഞാനത് പറയുന്നതിൻ്റെ സാക്ഷ്യം പറയുന്നത്, എനിക്കും 6, എൻ്റെ ഭാര്യയ്ക്കും 6. ഞങ്ങൾ 2 പേരും കൂടെ പഠിച്ചിട്ടാണ് +2 പാസ്സായിട്ടുള്ളൂ. എൻ്റെ ഭാര്യയുടെ കൂട്ടിയാലേ 12 ആകത്തുള്ളൂ. കഥാവിശ്വാസം. ഞാനൊരു ബേക്കറി പണി ചെയ്യുന്ന ആൾ, ബേക്കറി ജോലി ചെയ്യുന്നയാളാണ്. ബേക്കറി പണിയാണ്. ചെറിയ പ്രായത്തിലെ പഠിത്തത്തിൽ ചന്തയിലിറങ്ങി ബേക്കറി പണിയൊക്കെ ആയിട്ട് ജീവിച്ചൊരു മനുഷ്യൻ. നിരാശയിലും അതിനിടയ്ക്ക് ബേക്കറി ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് എനിക്കൊരു വലിയ തലവേദന വന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു തലവേദന അനുഭവപ്പെടാൻ തുടങ്ങി. അതങ്ങ് കൂടിക്കൂടി വരാൻ തുടങ്ങി. അതിന് രാത്രിയും പകലും ഒന്നും അത് ഒരു സമയത്ത് നിൽക്കുന്നില്ല. മരുന്നുകൾ കഴിച്ചിട്ട് കുറയുന്നില്ല. മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചെന്ന് ഈ തലവേദനയുടെ ഗുളിക മേടിച്ചിട്ട് ഇങ്ങനെ ഉപ്പുമാവ് കഴിക്കുന്ന പോലെ ഒരെണ്ണം കഴിക്കുന്നിടത്ത് 5ഉം 10ഉം ഒക്കെ കഴിച്ച സമയമാണ്. എനിക്ക് ചികിത്സിക്കാനോ പരിശോധിക്കാനോ കാര്യങ്ങൾക്കൊന്നും പോകാനായിട്ടുള്ള ധൈര്യവും മനസ്സും ഉണ്ടാകുന്നില്ല. എൻ്റെ പണവുമില്ല, ഒന്നുമില്ല. ഞാനിങ്ങനെ വളരെ വിഷമിച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന, എൻ്റെ കൂടെ പണിയുന്ന ഒരാളോട് പറഞ്ഞു, ചേട്ടനോട് പറഞ്ഞു, ഒന്നാമത് പണിയിൽ എനിക്ക് വേദന കാരണം പണിയൊന്നും ശരിക്കും ചെയ്യുന്നില്ലെന്നുള്ള ദേഷ്യം അവർക്കുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഈ ബേക്കറി അവിടെയെല്ലാം ഇങ്ങനെ തെറി കൂട്ടി ഏത് കാര്യം പറയത്തുള്ളൂ. അങ്ങനെയാണ് നമ്മളിപ്പോൾ സ്വോത്രം പറഞ്ഞെല്ലാം പറയുന്ന പോലെ അവിടെ തെറി കൂടെ കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയത്തുള്ളൂ. അതാണ് അവിടുത്തെ ഇടം. അപ്പോൾ ഇയാളോട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഭയങ്കര തലവേദന. അപ്പോൾ അയാൾ പറഞ്ഞു, എടാ നിനക്ക് ബ്രെയിൻ ട്യൂമറാണ്, നിൻ്റെ തല പൊട്ടിത്തെറിച്ച് നീ ചത്തുപോകും. അയാളുടെ ദേഷ്യം കലിപ്പെല്ലാം കൂടി. പക്ഷെ അതെനിക്ക് ശരിക്കും ഒരു വലിയ ഭീതി, ഒരു ഭയം വന്ന് കയറി. ഒരു വലിയ മരണഭീതി പോലെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ഉടൻ തന്നെ എനിക്കെന്തോ സംഭവിക്കും എന്നുള്ളത്. അതൊരു വലിയൊരു പൈശാചിക ആയുധം എൻ്റെ മേൽ വന്ന് തറച്ചു കയറിയത് പോലത്തെ ഒരു ഭയങ്കര വിഷമം എൻ്റെ ഉള്ളിലായി. പിന്നെ പിശാചിൻ്റെ ഉള്ളിൽ പറയുന്നത്, നീ പോയി ആത്മഹത്യ പെട്ടെന്ന് പോയി ചാകുക, നിറയിച്ച് കിടന്ന് അനുഭവിക്കല്ലേ, പോയി ചാകുക. ഞാൻ അതിനു വേണ്ടി ഓടി നടന്നയാളാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ആത്മഹത്യ ചെയ്യാം. പിന്നെ കുറിച്ച് ഈ ഓരോ സംഭവം ആരെങ്കിലും ഒരാൾ അവിടെ തൂങ്ങിച്ചാത്ത കേട്ട് ഞാൻ ഓടിപ്പോവുകയാണ്, എനിക്കത് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടി നടന്നൊരു കാലം. എപ്പോഴും മനസ്സിൽ എപ്പോഴും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്, എന്നെ അങ്ങനെ ചെയ്യുന്നത് ഞാൻ ചിന്തിച്ചു നടന്നൊരാളാണ്. അങ്ങനെ തകർന്നടിഞ്ഞ് നിരാശനായി മരണഭീതിയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഞാൻ ഒരിക്കൽ ബേക്കറിയിൽ ഒരു കുറേ അധികം മണ്ണ് മേടിക്കാൻ വേണ്ടി വന്നു. അയാളോട് ചോദിച്ചു, എന്തിനാണ് ഇത്രയും മണ്ണ്? അയാളോട് ഇങ്ങനെ കരിസ്മാറ്റിക് ധ്യാനം ഉണ്ട്, അതിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, വേണമെങ്കിൽ വരാം, ഇങ്ങനെയാണ് കാര്യം പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം പെട്ടെന്ന് എനിക്ക് സുഖം അതൊരു കാര്യമൊക്കെ പറഞ്ഞ് പുറത്തിയാടി ഞാൻ കരിസ്മാറ്റിക് ധ്യാനത്തിന് പോയി. അവിടെ ചെന്നു. രാവിലെ ഇരുന്നപ്പോൾ ഒരാൾ ദാവീദുപുത്രാ യേശുവിൻ്റെ കണ്ണ് തോന്നണമെന്നല്ല ആ വാക്യം വായിച്ചു. ഞാനതിങ്ങനെ കത്തോലിക്കർക്ക് ഒന്നേക്ക് ചെല്ലുന്ന പോലെ ഇങ്ങനെ ആവർത്തിച്ച്, ദാവീദുപുത്രാ യേശുവേ എൻ്റെ കണ്ണ് തോന്നണമെന്ന് പറഞ്ഞ് രാത്രിയായി. രാത്രിയിൽ 2 പേര് കിടന്നുറങ്ങുന്നൊരു മുറിയിൽ ഈ മരത്തിൻ്റെ പലകക്കട്ടിലേൽ തഴപ്പായൊക്കെ വിരിച്ചാണ് കിടക്കുന്നത്. ആ കട്ടിലിൽ ഞാനിങ്ങനെ കത്തോലിക്കർ മുട്ടയിൽ നിന്ന് കൈമലർത്തി, ദാവീദുപുത്രാ യേശുവേ എന്നോട് കണ്ണ് തോന്നണമേ എന്ന് പറഞ്ഞു. അതിങ്ങനെ പറഞ്ഞ് വെളുപ്പിന് 3:30 ആയപ്പോൾ ആരോ എന്നോട് എൻ്റെ ചെവിയിൽ പറയുന്ന പോലെ തോന്നി, നിന്റെ ജീവിതം നിനക്ക് വേണ്ടല്ലോ എന്ന് എനിക്ക് തന്നേക്ക്.
അതൊരു പ്രകാശം പോലെ, ഒരു വെളിച്ചം പോലെ എൻ്റെ മേലിങ്ങനെ വന്നു. നിനക്ക് വേണ്ടല്ലോ, കളയം കൊണ്ട് നടക്കുകയല്ലേ, ഇനി തന്നേക്ക്. അന്ന് രാത്രി ഞാൻ പറഞ്ഞു, എനിക്കും വേണ്ട, ഈ ഭൂമിയിൽ ആർക്കും വേണ്ട, യേശുവെ ഞാൻ നിനക്ക് തരുന്നു. ഈ കഴിഞ്ഞ 36 വർഷമായി അത് വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതം കൈമാറാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച് ഞാൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. വിദ്യാഭ്യാസം കഴിവും പ്രാപ്തിയൊന്നും ഇല്ലാത്ത എനിക്ക് എനിക്കായ ദൈവം തുറന്ന വഴികൾ, എനിക്ക് ദൈവം തന്ന ഒത്തിരി നന്മകൾ. ഇന്ത്യയുടെ ഒരു 17 സ്റ്റേറ്റുകളിൽ പോയിട്ടുണ്ട്. അതാണ് സ്തോത്രം. ഇന്നും ലോകത്തിൽ രാജ്യങ്ങളിൽ 23 രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നാളിൽ ഒത്തിരി അവസരങ്ങൾ ദൈവം എനിക്ക് തന്നു. ഞാനിതെല്ലാം പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ വന്ന വഴിയിൽ നിന്ന് ദൈവത്തിന് കഴിയുന്ന കാര്യം പറയാൻ വേണ്ടി മാത്രം പറയുകയാണ്. ഞാൻ ചിന്തിച്ചിരുന്ന, ഞാൻ മരണവിപ്രാളപ്പെട്ട് മരണഭീതിയിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഓടി 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 നടന്ന, രാവും പകൽ ഉറക്കമില്ലാത്ത അനേക രാത്രികളിൽ ഉറക്കമില്ലാതിരുന്ന ഞാൻ, ആമേൻ, ഇന്ന് ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ച എന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ അനുവദിക്കാതെ എൻ്റെ ആയുസ്സിനെ ദീർഘമാക്കി ഇന്ന് ഈ 62ാമത്തെ വയസ്സിലും ഇവിടെ വന്ന് എൻ്റെ യേശു നല്ലവനെന്ന് പറയുവാൻ എൻ്റെ ആയുസ്സിനെ ദീർഘമാക്കിയവൻ, ഹല്ലേലൂയ, എൻ്റെ പ്രാണനെ കൊള്ളപോലെ മടക്കി തന്നവൻ എന്റെ ദൈവമെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ആയുസ്സിനെ ദീർഘമാക്കുന്നവൻ. ഹല്ലേലൂയ. എല്ലാ ഭയവും മാറിപ്പോകട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ. നിന്റെ കൈക്ക് പിടിച്ച് ആമേൻ, നിനക്ക് വേണ്ടി കുഴിച്ച കുഴിയെ മൂടുന്നവൻ, നിനക്ക് വേണ്ടി അടിച്ചുണ്ടാക്കി ചാരി വെച്ച പെട്ടിയെ അവിടെ വെറുതെ വെക്കുന്നവൻ. സ്വത്രം എത്ര വിശ്വസിക്കുന്നുണ്ടല്ലോ. ദൈവം എനിക്ക് നല്ലവനാണ്. നിന്റെ 18 വർഷമായി കൂനിനെ നിവർത്തി നടത്തി വീട്ടിൽ വിടാൻ കഴിയുന്നവന്റെ സാന്നിധ്യം ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു? നിനക്ക് സകലതും കഴിയും. എത്ര വിശ്വസിക്കുന്നുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം നിന്റെ വിലാപത്യം നൃത്തമാക്കുന്നവൻ, നെട്ടഴിക്കുന്നവൻ, സന്തോഷം ഒടിപ്പിക്കുന്നവൻ, നീ മൗനമായിരിക്കാതെ നിന്നെ സ്തുതി പാടിക്കാൻ കഴിയുന്നവനെ, നീ മൗനമായിരിക്കാൻ അനുവദിക്കില്ല. അവനെ സ്തുതി പാടിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ പകൽക്കാലം നിനക്ക് സകലതും കഴിയും. അവസാനം നാട്ടുകാരെല്ലാം കൂടെ കൂടി വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, ഇവിടെ നിൽക്കാൻ നോക്കില്ല, വിട്ടുപോകാൻ പറഞ്ഞു. കാരണം ഒരുത്തന്നെ ഇറങ്ങിയപ്പോൾ 2000 പന്നി കത്തു. അങ്ങനെയാണ് ഞങ്ങളെല്ലാം കൂടെ ഇറങ്ങിയപ്പോൾ നാട്ടിൽ ഒരു പന്നി പോലും കാണത്തില്ലെന്നുള്ള. പന്നി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ യേശുവിനോട് പറഞ്ഞു, ഇവിടെ സ്ഥലം വിടാൻ പറഞ്ഞു. യേശു എന്നാൽ ഇപ്പം ഞാൻ നിന്റെ കൂടെ ഇറക്കിയിട്ട് പോകണമെന്നൊന്നും പറഞ്ഞില്ല. കർത്താവ് അപ്പം തന്നെ പോകുന്നു. യേശു പടകിൽ വന്ന് കയറി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ കൈയും കുപ്പി നിൽക്കുക. അയാൾ ചോദിച്ചു, ഞാനും പോരട്ടെ? കഥ പറഞ്ഞു, നീ പോരണ്ട, നിന്നെ ഞാൻ ഈ ദെക്കപ്പോലി നാട്ടിലെ പാസ്റ്ററാക്കിയിരിക്കുന്നു. സുവിശേഷ സന്ദേശം നിനക്കെന്നാ ചെയ്തേന്ന് നാടറിയത്തക്ക രീതിയിൽ നിന്റെ പ്രാന്തിന്റെ ശബ്ദം കേട്ട് മലിനപ്പെട്ട ശബ്ദമലിനീകരണത്തിന്റെ ഈ മേഖല പൊളിച്ച് സമാധാന സന്ദേശം വഹിക്കുന്നവനായി ഞാൻ നിന്നെ ഈ നാട്ടിൽ നിയോഗിക്കുകയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ, ഹല്ലേലൂയ, അല്ലെങ്കിൽ എത്ര നേരം വേണ്ടി വന്നു അതിന്? ഒരാളുടെ ജീവിതം മാറാൻ എത്ര മണിക്കൂർ വേണ്ടി വന്നു? ഹല്ലേലൂയ. അലറിപ്പിളിച്ച് ശവക്കോട്ടയിൽ ഭൂതത്തിന്റെ ഗർജന ശബ്ദം മുഴക്കിയവനെ കൊണ്ട് നാട് മുഴുവൻ സമാധാന സന്ദേശം വിളിച്ചറിയിക്കത്തക്ക രീതിയിൽ ഒരാളെ മാറ്റിമറിക്കാൻ ദൈവത്തിന് ഒത്തിരി നേരം വേണ്ട. അങ്ങനെയാണ് നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നതിന് എത്ര വിശ്വസിക്കുന്നു? എല്ലാവരും വിശ്വസിക്കുന്ന സ്വാതന്ത്ര്യം. എല്ലാ മനസ്സുകളെയും ദൈവത്തിന് ഉണർത്തി പ്രാർത്ഥനയോടിരിക്കട്ടെ. നിന്റെ ജീവിതത്തെ മേൽവിലാസത്തെ മാറ്റി വയ്ക്കാൻ, നിന്റെ മേൽവിലാസം മാറ്റുവാൻ, നിന്റെ ചരിത്രത്തെ മാറ്റുവാൻ, നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. സ്വതന്ത്രം ജുണം തന്നെ പല കിടക്കുന്നതിന് പല കിടക്കുന്നതിന് പലതിന് കിടക്കുന്നതിന് കിടക്കുന്നതിന് അമ്പല പല കിടക്കുന്നതിന് പലതിന് കിടക്കും.
നിന്നെ അത്ഭുതമാക്കി മാറ്റുവാനായി, നിന്റെ ജീവിതത്തെ മാറ്റുവാനായി, ഇന്ന് അനുഭവിക്കുന്ന വേദനകളെ മാറ്റുവാനായി ദൈവം ശക്തനാണ്. എന്നാൽ എന്നാൽ പ്രവാചകൻ പറഞ്ഞ പോലെ നിങ്ങളുടെ വിശുദ്ധിക്ക് കേട് വന്നുപോയി, നിങ്ങൾ വിശുദ്ധിയിലേക്ക് മടങ്ങി വരുന്നു. ഞങ്ങൾ വെറും ചടങ്ങ് കാണിച്ചുകൊണ്ട് നടക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുന്നവരായി, സത്യമായി, നേരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഉടമ്പടിക്കുക, ഞങ്ങളെ ഇല പോലെ ഇട്ട് കാറ്റുപോലെ പാറ്റിക്കൊണ്ടിരിക്കുന്ന, ഇല പോലെ വാടിയിരിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ വാട്ടവും മാറ്റി പുറത്തു വരുവാനായി ഞങ്ങൾ വിളിച്ചപേക്ഷിക്കാൻ എഴുന്നേൽക്കുന്നു, മുറുകെ പിടിക്കാൻ എഴുന്നേൽക്കുന്നു, ഉത്സാഹത്തോടെ എഴുന്നേൽക്കുന്നെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവം സ്ഥിതി മാറ്റാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ട്. എത്ര പേർക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് മുതൽ പ്രാർത്ഥനയ്ക്കൊരു മാറ്റം, ജീവിതത്തിനൊരു മാറ്റം, ഒരു ശുദ്ധീകരണത്തിലേക്ക്, ഒരു കഴുകപ്പെടലിലേക്ക്, ഒരു നിരാസ്ഥാനപ്പെടലിലേക്ക് ഒന്ന് മടങ്ങി വരാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നിനക്ക് സകലതും കഴിയും. ഒരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വളരെ പരിചയമുള്ളൊരു കാര്യമാണ്. കർത്താവ് ഒരു കിണറ്റിൻ്റെ കരയിൽ ഇങ്ങനെ നിൽക്കുക. അത് ഉച്ച സമയത്താണ്. കാരണം കർത്താവിനറിയാം ഒരാളിവിടെ വരും. എപ്പോഴാണ് വരുന്നതെന്നും കൂടെ കർത്താവിനറിയാം. കാരണം വെച്ചാൽ ഇവിടെ ഇങ്ങനെ രാവിലെയും വൈകിട്ടൊക്കെ കിണറ്റുകരയിൽ വലിയ തിരക്കായിരിക്കും. ആളൊഴിഞ്ഞ സമയം നോക്കി, നട്ടുച്ചയ്ക്കാണെങ്കിൽ ആരും കാണത്തില്ലാത്ത സമയമാണ്. ആ സമയം നോക്കി അവൾ വെള്ളം കോരാൻ വേണ്ടി വരുന്നു. ഒരു ശമരിയക്കാരി സ്ത്രീ. യേശു ഈ സമയം നോക്കി അവിടെ പോയി നിൽക്കുന്നു. എന്തിനാ? അവളെ കണ്ടു, അവളെ അറിഞ്ഞു. അവളെ കാണാൻ ആരെങ്കിലും പോവുമോ? അവളോട് മിണ്ടാൻ ആരെങ്കിലും പോവുമോ? അവളോട് പരിചയപ്പെടാൻ ആരെങ്കിലും പോവുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. പക്ഷേ യേശു അവിടെ പോയി നിൽക്കുകയാണ്. യേശു പോയി നിന്ന് വേറെ ആരും കാണാനല്ല, അവളെ തന്നെ കാണാനാണ്. ഇത് പറയാൻ കാണും, ജീവിതത്തിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി, എനിക്കിങ്ങനെ സംഭവിച്ചു പോയി, ഞാൻ തെറ്റ് ചെയ്തു പോയി, പാപത്തിൽ വീണ് പോയി, ഞാൻ നന്നായി തീർച്ചതയോടെ ജീവിച്ച ഒരാളാണ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറേ വീഴ്ച പറ്റിപ്പോയി, തെറ്റ് പറ്റിപ്പോയി. ഈ അടുത്ത കാലത്തൊരു പാസ്റ്ററിനോട് ചോദിച്ചു, പാസ്റ്റർ കർത്താവിൻ്റെ ദാസനെ, എനിക്ക് തൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ പരാജയങ്ങളും സംഭവങ്ങളെല്ലാം അനുഭവങ്ങൾ ചേർത്തിട്ട് പറഞ്ഞു, ഇനി എനിക്കൊരു സാധ്യതയുണ്ട് പാസ്റ്റർ. ശുശ്രൂഷയും പോയി എല്ലാം തകർന്നു. ഈ കോവിഡ് കാലത്ത് തനിക്ക് താൻ താമസിക്കുന്നിടത്ത് ഇങ്ങനെ യൂട്യൂബോ അല്ലെങ്കിൽ വാട്സാപ്പോ അല്ലെങ്കിൽ പവർ വിഷൻ ഒന്നും കിട്ടാത്ത സ്ഥലത്ത് 1-2 വർഷങ്ങൾ വിശ്വാസികളും ഇല്ല, വാസവും ഇല്ല, വല്ലാത്ത രൂപത്തിൽ ചില നാളുകൾ കടന്നുപോയി. ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങളുണ്ടായി. വളരെ വിഷമത്തോടെ ഒന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ജീവനോടെ ഉണ്ടെന്നുള്ളത് ഉറപ്പാണെങ്കിൽ സാധ്യതയുണ്ടാവും. മരിച്ചു പോയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതുവരെ എന്തായിരുന്നു, എന്തൊക്കെ ഉണ്ടായി എന്നുള്ളതിനേക്കാൾ രക്ഷിക്കാൻ കഴിയാതെ ഉടനെ കരം കുറുകിയിട്ടില്ല. ആ ദൈവദാസന്റെ മേൽ വലിയ ദൈവശക്തി ആവരിച്ചോലി, അഭിഷേകം വീണു. ആളും മാറി. ഇപ്പൊ അയർലൻഡ് അമേൻ വിദേശത്ത് പോയിരിക്കുകയാണ്. കത്താടിച്ചതും വിദേശത്ത് പോയി എന്നേ പറയുന്നല്ല. പിന്നെയോ എന്താണ്? സാധ്യതയില്ലെന്ന് വിചാരിച്ചവന് സാധ്യത ഒരുക്കുന്ന എത്ര വിശ്വസിക്കുന്നുണ്ടാവും? വിശ്വസിക്കുന്നവരൊന്ന് സ്വതന്ത്രം ചെയ്യണല്ലോയ്യ. ഒരു സാധ്യതയും ഇല്ലെന്ന് വിചാരിച്ചാലും പരിശുദ്ധാത്മ പറയുന്നു, ജീവിതത്തിൽ വീണുപോയി, തളർന്നുപോയി, പരാജയപ്പെട്ടു പോയി, കേടുവന്നുപോയി എന്ന് പറഞ്ഞാൽ പോലും കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആയുസോടെ ഉണ്ടെങ്കിൽ ദൈവം നിന്റെ സ്ഥിതിക്ക് അവൻ്റെ മനസ്സലിവ് നിന്റെ മേൽ വരാൻ പോവുകയാണ്. കരുണ നിന്റെ മേൽ വരാൻ പോവുകയാണ്. അവൻ യഥാസ്ഥാനപ്പെടുത്താൻ പോവുകയാണ്, നിന്നെ ഉയർത്താൻ പോവുകയാണ്. ഇവള് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, കുടിക്കാൻ വെള്ളം ചോദിച്ചു. അപ്പം അവളോട് യേശുവിന് വർത്താനം പറയാൻ പറ്റുമെങ്കിൽ, വെള്ളം കുടിക്കാൻ ചോദിക്കാൻ പറ്റുമെങ്കിൽ, കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ സ്നേഹം പോലെയൊന്നുമല്ല. നമ്മൾ കാണുന്ന കണ്ണുകൊണ്ടല്ല കർത്താവ് കാണുന്നത്. കർത്താവ് ചോദിച്ചു, ആ വെള്ളം ചോദിച്ചു. ഉടനെ അവൾ പറഞ്ഞു, അതെന്നെ അങ്ങനെ ചോദിക്കുന്നത്, ഞാനൊരു ശമരിയക്കാരി സ്ത്രീയല്ലേ, നിങ്ങളൊരു യഹൂദനല്ലേ, യഹൂദനായിരിക്കെ ശമരിയക്കാരി സ്ത്രീ വെള്ളം ചോദിക്കും, ശരിയാണോ? നമുക്ക് തമ്മിൽ സമ്പർക്കമില്ലല്ലോ, അറിയത്തില്ലേ? കർത്താവ് അവളോട് സംസാരിച്ചു എന്ന് പറഞ്ഞു, നീ എന്നോട് ചോദിക്കുമായിരുന്നു, ജീവനുള്ള ജലം നിനക്ക് തരുമായിരുന്നു, നിത്യജീവനിലേക്ക് പോകണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ജീവനുള്ള ജലം കൊടുക്കാമെന്ന് കർത്താവ് പറഞ്ഞു. അവക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം നമുക്ക്. കർത്താവ് പറഞ്ഞു, തരാം.
അപ്പോൾ അവൾ വലിയ വർത്തമാനം പറയാൻ തുടങ്ങി, വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ എന്നെ കിണർ ആഴമുള്ളതാണ്, അത് യാക്കോബ് കുഴിച്ചാണ്. പിന്നെ അങ്ങനെ പിന്നെ വർഷിപ്പിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ ജീവിതം പൊളിഞ്ഞു കിടക്കുകയാണെങ്കിലും വർത്തമാനത്തിന് കുറവൊന്നും വരത്തില്ല. ഞങ്ങൾ ആ മലയിലാണ് വർഷിപ്പ്, നിങ്ങൾ യെരുശലേമിലാണ്, ഇതൊക്കെ പറയാൻ തുടങ്ങി. കുറേ നേരമായപ്പോൾ ഇവർക്ക് തോന്നി ഈ വെള്ളം കിട്ടുവാണെങ്കിൽ നല്ലതാണ്, വാട്ടർ കണക്ഷൻ എടുക്കണ്ട, കിണറും കുഴിക്കണ്ട, ഇവിടെ വരെ വരുവും വേണ്ട, എന്നാൽ വെള്ളം കുറിച്ച് തരാമെന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു വെള്ളമൊക്കെ തരാൻ കുഴപ്പമില്ല, നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ബാച്ചിലറാണ്, കല്യാണം കഴിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ നിൻ്റെ ഭർത്താവ്. അവൾ ഞെട്ടിപ്പോയി. കാരണം 5 പ്രാവശ്യം കുടുംബം തകർന്നു പോയ ഒരാളോട് യേശു വർത്താനം പറയുന്നു, ജീവനുള്ള വെള്ളം കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ അത് അവൾക്ക് ചിലപ്പോൾ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടെന്ന് പറഞ്ഞാൽ അവൾ ചിലപ്പോൾ അത് ഭയങ്കര അവൾ ഓർത്ത് കാണത്തില്ല. കാരണം അവരൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ കുറേ നേരം കൊണ്ടായിരിക്കും എണ്ണി നോക്കി. ഒരാൾ തെങ്ങിൻ്റെ ചോട്ടിരുന്ന് ആൽബം കത്തിക്കുന്ന ഒരു ഗെയിം കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഫോട്ടോ കളഞ്ഞിട്ട് ആൽബം വേറെ ഇല്ല, ഇത് ഡിജിറ്റലാണ്, പൊളിച്ചെടുക്കാൻ പറ്റാത്തതാണ്, കത്തിക്കുകയല്ല, മാർഗമില്ല. അപ്പോൾ ഈ എന്തെങ്കിലും ബന്ധങ്ങൾക്ക് കേട് വന്നാൽ പിന്നെ അത് നശിപ്പിച്ച് കളയാൻ, അത് ഓർക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇവൾ മറന്നെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. കാരണം ജീവിതത്തിലുണ്ടായ കൈപ്പേറിയ തകർച്ചകളെയും അവിടെ ഇനി തെറ്റിദ്ധരിക്കില്ല ആരും. ഇനി ഇത് പറഞ്ഞുകൊണ്ട് കർത്താവളോട് ഒരു കെട്ടോടെ കെട്ടിക്കോ, ഇനിയും വേണേൽ കെട്ടിക്കോ എന്ന് യേശു പറഞ്ഞൊന്നും ആരും തെറ്റിദ്ധരിക്കില്ല. അത് ഞാൻ പറഞ്ഞിട്ടില്ല, അതല്ല ഞാൻ പറയുന്നത്. നിങ്ങളിനി അത് കേട്ട് ഒരു വാസു വന്ന് എറണാകുളത്ത് ഒരു വാസു ദൂത് പറഞ്ഞു ഗ്ലോറി എന്നും പറഞ്ഞ് ഏറ്റെടുക്കില്ല, തെറ്റായിട്ടങ്ങ് ചിന്തിക്കില്ല. ഞാൻ പറഞ്ഞത് തകർന്നടിഞ്ഞു പോയുള്ള ജീവിതത്തെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇനി പറഞ്ഞില്ല. തകർന്നു പോയവളോട് സംസാരിക്കുന്ന ഒരു ദൈവസ്നേഹത്തെയാണ് ഇനി ഓർപ്പിക്കുന്നത്. അംദലാദി ഘടകത്തിന് ഘടക കേട് വന്നുപോയ ജീവിതത്തെ പണിയാൻ കഴിയുന്നവൻ്റെ കരം അത് എത്ര അങ്ങേ അറ്റത്തെത്തിയാലും ഇടപെടുന്ന ഒരു ദൈവസ്നേഹത്തെ വിശ്വസിക്കുന്നു. ഉടനെ അവള് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കലവും വെച്ചിട്ടൊരു ഒറ്റ ഓട്ടം. ശമരിയ മുഴുവൻ കയറി ഇറങ്ങിയിട്ട് പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ദേ കിണറ്റിൻകരയിൽ ആള് നിൽക്കുന്നു, മശിഹായാണ്. എൻ്റെ തോൽവി മുഴുവൻ വിളിച്ചു പറഞ്ഞു ഒരുവൻ ദേ അവിടെ നിൽക്കുന്നു. ആമേൻ. യേശു നോക്കുമ്പോൾ സംസാര സമ്മേളനത്തിന് ആള് വരുന്ന പോലെ ശമരിയ മുഴുവൻ ഇളക്കി മറിച്ച് അവൾ ദേ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന് ആമേൻ ശമരിയക്കാരി സ്ത്രീയെ ഉപയോഗിച്ച് ശമരിയെ ഉണർത്താനോ ശമരിയെ സുവിശേഷീകരിക്കാനോ യേശുവിനെ വെളിപ്പെടുത്താനോ കഴിയുമെങ്കിൽ എത്ര വിശ്വസിക്കുന്നില്ല. എല്ലാ കണ്ണുമടച്ചാട്ടെ, എല്ലാ മനസ്സും ഏകാഗ്രമാക്കിയാട്ടെ. നിന്റെ കേട് മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി. ജുഡംതനാലികടകത്തിന് ബലദിനിക സന്തുലാലികട എല്ലാ ഹൃദയങ്ങളും ഒരുക്കിയാട്ടെ. എല്ലാവരും നിങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് അല്പം നേരം ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാണ്? ഉടംതല ബലഘടകദിനികടകസിയ അംദലാലികടകദിനികടക കേടുകൾ തീർക്കുന്ന ദൈവത്തിൻ്റെ കരം. ഹല്ലേലൂയ. ജീവിതത്തിലുണ്ടായ തകർച്ചകളെ മാറ്റാനും ദൈവത്തിന് കഴിയും. ശമരിയക്കാരി സ്ത്രീ ഇളക്കി മറിച്ച ആ നാടിനെ പിന്നെ വന്ന് ഉണർത്താൻ ദൈവം ഉപയോഗിച്ചത് ഒരു ഫിലിപ്പോസിനെയാണ്. ഹല്ലേലൂയ. ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്ന മേശയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഫിലിപ്പോസിനെ കൊണ്ടുവന്ന് ആ നാടിനെ യേശുവിലേക്ക് നയിക്കാനിടയായി. അങ്ങനെയാണെങ്കിൽ ശമരിയക്കാരി സ്ത്രീയെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഫിലിപ്പോസിനെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഉടംതരകലഘടക. അങ്ങനെയാണെങ്കിൽ ഏത് താഴ്ചയിൽ നിന്നും ഉയർത്താൻ, ഏത് ബന്ധനത്തിൽ നിന്നും വിടുവിക്കാൻ, ഏത് പൈശാചി ബന്ധനത്തെ അഴിക്കാൻ, ഏത് കേടുപിടി ജീവിതത്തെ പണിയാൻ നീ മെനയുന്നവനാണ്. ഞങ്ങൾ കളിമണ്ണാണ്, നീ പണിയുന്നവനാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാണ്. എങ്കിലേ ഹോവേ നീ ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ കളിമണ്ണാണ്, നിങ്ങൾ മെനയുന്നവനാണ്, നിന്റെ കൈപ്പണിയാണ്. എല്ലാവരും അല്പം നേരം സ്വോത്രം ചെയ്ത ഉടംതല പല ഘടകത്തിന് ഘടക അണ്ടലാദി ഘടകത്തിന് വലതിനികല ഘടകസിയ അംതേര പല ഘടകത്തിന് ഘടക. വിശ്വസിക്കുന്നവരെല്ലാം അല്പനേരം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് അല്പസമയം കർത്താവിനെ ഒന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാ മനസ്സൊന്നും ഒരുക്കുക. ചുടകത്തിനികല ഘടക. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവരെല്ലാം ദിവസം എഴുന്നേറ്റ് നിന്ന് അല്പനേരം മനസ്സൊന്ന് തുറന്ന് പരിസരങ്ങളെല്ലാം ഒന്ന് മറന്ന് താവേ നിന്റെ അത്ഭുതമായ കരം എന്നെ സ്പർശിക്കണമേ,
എന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. അന്തരകല കിടക്കതിന് കിടക. ആമേൻ. വിശുദ്ധരായിരിക്കേണ്ട ഞങ്ങൾ പലരും അശുദ്ധരായിട്ടുണ്ട്. ഇല പോലെ വാടിപ്പോയിട്ടുണ്ട്. കാറ്റ് പോലെ നിങ്ങളിട്ട് പറപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനാൽ കിടന്ന് വലയുന്നുണ്ട്. എന്നാൽ കർത്താവേ, ഞങ്ങൾ ഉത്സാഹിക്കുന്നവരായിരുന്നു, ഇപ്പം ഞങ്ങൾ ഉത്സാഹമില്ലാതെ പോയി. ഞങ്ങൾ മുറുകെ പിടിക്കുന്നവരായിരുന്നു, നിങ്ങൾക്കിപ്പോൾ മുറുകെ പിടിക്കാനൊന്നും പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇടം തിരക്കല കിടക്കതിന് കിടക. വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരുന്നവരാണ്, വേണ്ട പോലെ വിളിച്ചപേക്ഷിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇപ്പോൾ പറയുന്നു, ഞങ്ങൾ ഉത്സാഹികളായി, വിളിച്ചപേക്ഷിക്കുന്നവരായി, മുറുകെ പിടിക്കുന്നവരായി. ആമേൻ. ഹല്ലേലൂയ. നിന്റെ കാഴ്ചവട്ടിലേക്ക് കടന്നു വരുന്നു. തീ പോലെ നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്ന പോലെ, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്ന പോലെ മലകൾ നിന്റെ മുന്നിൽ ഉരുകി പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ദൈവമേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ ചർച്ചിൻ്റെ മേൽ തുളവന കിടക. അങ്ങയുടെ അത്ഭുത ശക്തിയുള്ള ഒരു വലിയ ബലമുള്ള കരമുടി ആവരിക്കട്ടെ. തീയിൽ ചുള്ളി കത്തും പോലെ, തീ കൊണ്ട് വെള്ളം തിളയ്ക്കും പോലെ മലകൾ ഉരുകി പോകത്തക്കവണ്ണം എല്ലാവരും ശബ്ദം ഉയർത്തി ആത്മാവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ കര സ്പർശനം ഉണ്ടാകുവാനായിട്ട്, രോഗികൾ ഇന്ന് പകൽ സൗഖ്യമാകുവാനായി, ഭയം ഇന്ന് രാവൽ വിട്ടുപോകുവാനായി. മരണത്തിന്റെ മരണഭാസങ്ങളെ അഴിക്കുന്നവൻ, അന്യായബന്ധനെ അഴിക്കുന്നവൻ, നിന്റെ ജീവിതത്തെ തകർത്തെറിയാൻ ശ്രമിക്കുന്ന, കാലങ്ങളായി തലമുറയ്ക്ക് വേണ്ടി അലറി വിളിക്കുന്ന നിന്റെ നിലവിളിയുടെ മറുപടി ദൈവത്തിന്റെ സന്നദ്ധിയിൽ വെളിപ്പെടുകയാണ്. മണ്ഡലാധികത്തിന് വടകതിനാധികറ്റി വടകച്ചുണ്ടി അടകണ്ട ചുടകല വെടകല ചുടകല തുടികല രുന്തലരുതിനി അന്തല വരി കിടകതിന വലതിരികല കിടകതിന് കിടകതിനിയ ജനധനാധികധനധനിക ശബ്ദലതിനി അണ്ടലേര് കിടകതിന വലതിരികല കിടകതിനാരി അന്തല വരി കിടകതിന വലതിരികല കിടക. എല്ലാവരും ശബ്ദം ഉയർത്തി, എല്ലാവരും ആത്മാവിൽ ജാഗരിച്ചാടെ. ഇന്ന് പകൽ ചില അഴിഞ്ഞു മാറുകയാണ്. എല്ലാ ഭയങ്ങളും മാറട്ടെ, എല്ലാ നിരാശകളും മാറട്ടെ, എല്ലാ തോൽവികളും മാറട്ടെ. ബലത്തിന്റെ പെട്ടകവുമായി പണിയുന്നവന്റെ കുശവന്റെ കൈ ഇന്ന് പകൽ ജീവിതങ്ങളെ സ്പർശിക്കുവാൻ. കിടവല വര കിടക്കതിന വലതിരികല കിടക്കതിന വലതിരികല കിടക്കതിന വലതിരികല കിടക അന്തര വല കിടക്കതിന് കല കിടക്കതിന വല കിടക. ദൈവാത്മാവേ, 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 ഹല്ലേലൂയ. യാഗപീഠത്തിൽ തീ കത്തട്ടെ, തീ കെടാതെ കത്തട്ടെ, കെടാതെ കത്തുന്ന തീ. ജുഡവല വല വല നികല കിടക്കതിന് കല കിടക്കതിരിയ അവേ ജുഡവല കിടക്കതിന് കിടക്ക. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവിൽ വസിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, പക്ഷേ മന്ദിരം വിശുദ്ധമല്ലോ. ഇടവല വരകിടക്കതിന് കിടക്കിടക. എല്ലാ കേടുകള്, എല്ലാ തോൽവികള്, എല്ലാ പരാജയങ്ങള്, എല്ലാ നിരാശകൾ മാറട്ടെ. ജനന്തരാതി കിടക്കതിന വലതിരി കിടക അന്തര വല കിടക്കതിന വലതിരി കല കിടക്കതിന വലതിരി കിടക. എല്ലാവരും ശക്തിയോടെ ആത്മാവിൽ അന്യഭാഷയിൽ അഭിഷേകമുള്ള ദൈവമക്കൾ എല്ലാവരും അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുക. വല വല കിടക്കുക. ജുഡംതല വല പടക്കതിന വലതിരി കല കിടക്കതിന വലതിരി കല കിടക്കതിന വല കല കിടക്കതിനാരി അന്തര വല കിടക്കതിനാരി കിടക്കതിന വല കിടക അന്തല വല കിടക്കതിന വലതിരി കല കിടക്കതിന വലതിരി കല കിടക്കതിന വലതിരി കല കിടക്കതിന വലതിരി കല കിടക്കതിനാരി അന്തല വല കിടക്കതിന വലതിരി കല കിടക്കതിന വലതിരി കല കിടക്കതിനാരി അന്തല വല കിടക്കതിന വലതിരി കല കിടക്കതിന വലതിരി കല കിടക്കതിനാരി അന്തല വല കിടക്കതിന വൈദ്യുതി കല കിടക്കതിന വൈദ്യനാരി കിടക അന്തല വലാതി കിടക്കതിനാരി കലന്തരത്തിന് കിടക. ജീരവല വരകല കിടക്കതിന വലതിരി കല കിടക്കതിന വലതിരി കല കിടക്കതിന വൈദ്യനത്തിന് കല കിടക്കതിനിയ അന്തല വല കിടക്കതിന വൈസന്തുര കല കിടക്കതിന ആരി വന്നിരിയ. സോദരം 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 ഉടമന വല കിടക്കതിന വലതിരി കല കിടക്കതിന വലതിരി കല കിടക്കതിന വലതിരി കല കിടക
ജുഡംനാരി കിടക്കുന്നതിന് കിടക്കുന്നതിന് കിടക. ചില രോഗബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുകയാണ്. അന്തര കിടക്കുന്നതിന് കിടക്കുക. നാളുകളായി നിന്നെ ഞെരുക്കുന്ന ചില രോഗശക്തികൾ ഇന്ന് പോലെ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ്. ഉടംതേല പോലെ കിടക്കുന്നതിന് പറഞ്ഞതിന് കിടക്കുന്നില്ല. ജുനമന ജുനമന ജുനതന ചികത്തന തിരികല കിടക്കുന്നതിന് പറഞ്ഞതിന് കിടക്കുന്നതിന് പറഞ്ഞതിന് കിടക്ക. മാരക രോഗികളെ സൗഖ്യമാക്കുന്ന, ദൈവത്തിന് ബലമുള്ള കരം വ്യാപരിക്കുന്ന, ചില കേടുകളെ മാറ്റിയെടുത്തുന്ന അടയാളപരാധി കിടക്കുന്നതിനാരി വലന്തുരി കലകിടക. പരിശുദ്ധാത്മാവേ 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 ശബ്ദലവര ഉടയാലവര കിടക്കുന്നതിന് വലതിരികല കിടക്കുന്നതിന് വലതിരികല കിടക്കുന്നതിന് വൈതലതിന് കിടക. അണ്ടക്കെട്ട ചുടകല നെനികല കിടക്കുന്നതിന് വലതുരികല കിടക. അമ്പലവല കിടക്കുന്നതിന് വൈതലതിന് കിടക. അണ്ടേല വലതിന് കല കിടക്കുന്നതിന് വലതുനി കല കിടക്കുന്നതിന് വലതിന് കല കിടക്കുന്നതിന് വലതിന് കിടക. അന്തേല വലതിന് കല കിടക്കുന്നതിന് വലതുനി കല കിടക്കുന്നതിന് വലതുനി കല കിടക്കുന്നതിന് വലതുനി കല കിടക്കുന്നതിന് ആര്. അന്തേല വല കിടക്കുന്നതിന് വലതിന് കല കിടക്കുന്നതിന് വലതിന് കല കിടക്കുന്നതിന് വലതിന് കിടക്കുക. അന്തേല വല കിടക്കുന്നതിന് വലതിന് കല കിടക്കുന്നതിന് വലതിന് കല കിടക്കുന്നതിന് വലതിന് കല കിടക്കുക. റികംതല വല കിടക്കുന്നതിന് വലതിന് കല കിടക്കുന്നതിന് വല കിടക്കുക. അണ്ടേല വലതിന് കല കിടക്കുന്നതിന് വലതുനി കല കിടക്കുന്നതിന് വൈതലതിന് കല കിടക. അർദ്ധുന വലതുനി കല കിടക്കുന്നതിന് വലതുനി കല കിടക്കുന്നതിന് വലതിയ. സ്വോത്രം 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 സ്വോ ഉടയാല വല കിടക്കുന്നതിന് വല കിടക്കുന്നതിയ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നീന്നെ വല്ലവൻ കാത്തിടുമേ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നീന്നെ വല്ലവൻ കാത്തിടുമേ. തുണ എനിക്ക് കുറവിനിയില്ലതാ. അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്ക് കുറവിനിയില്ല. അനുദിനം താം നിഴലിൽ മറവിൽ വസി. പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപമഴവോ. പക ഉടവല പോലെ കിടക്കത്തിന് അമർത്തിന് കിടക്കത്തിന് അമർത്തിന് കിടക്കത്തിന് ജിടം തന്നെ വല കിടക്കത്തിന് അമർത്തിന് കിടക്കത്തിന് വല കിടക്കത്തിന് വൈസുന്ദര കിടക്കത്തിന് കൃപമഴ. തുണ എനിക്ക് കുറവിനിയില്ല. അനുദിനം താൻ നിഴലിൽ ശിവലന്തുനി കിടക്കുന്ന പോലെ കിടക്കുക. കർത്താവേ, നിന്റെ അത്ഭുത കാര്യങ്ങളിലേക്ക് ഞങ്ങളുടെ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങൾ ഒന്നും അസാധ്യമല്ലെന്ന് അറിയുന്നു. പണിയുന്നവന്റെ കയ്യിലേക്ക് അസാധ്യങ്ങളെ സാധ്യമാകുന്ന കയ്യിലേക്ക് ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ദൈവകരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കാം. കഴിഞ്ഞ നിമിഷങ്ങളിലെല്ലാം പ്രിയ ദേവദാസന്മാരിലൂടെ പരിശുദ്ധാത്മാവ് നമ്മൾ വളരെ വ്യക്തമായി നമ്മളോട് സംസാരിച്ചല്ലോ. ആ കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ തന്നെ നമ്മളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം.
പ്രാരംഭമായ പാസ്റ്റർ ജെയ്റോയ് അവറുകളിലൂടെ നമ്മുടെ യാഗപീഠത്തിലെ തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം എന്ന ദൈവാലോചന കേട്ടുവല്ലോ. നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ പരിശോധിക്കുക. ഇപ്പോഴും കത്തുന്ന ഒരു അവസ്ഥയാണോ നമ്മുടെ ഇതിലുള്ളത്? അതോ ചില സമയങ്ങളിൽ മാത്രം കത്തുന്ന അവസ്ഥയാണോ? ആ ജീവിതത്തിൽ എന്തെങ്കിലും ക്രമീകരണം പ്രാപിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. തുടർന്ന് വീണ്ടും കേട്ടല്ലോ, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുത്. നമ്മുടെ സ്നേഹം നിർവ്യാജമായിരിക്കണം, തിന്മയെ നന്മ കൊണ്ട് ജയിക്കണമെന്നൊക്കെ ദൈവത്തിന് പ്രസാദമായ ഒരു യാഗമായി നമ്മളെ തന്നെ സമർപ്പിക്കണമെന്ന് പ്രാരംഭമായി കേൾപ്പിച്ചല്ലോ. ആ ദൈവവചനത്തിന് മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. തുടർന്ന് പാസ്റ്റർ ജോണിക്കുട്ടി അവர்களுടെ കർത്താവ് വളരെ വ്യക്തമായി നമ്മളോട് സംസാരിച്ചല്ലോ. പ്രവാചകൻ പറഞ്ഞതുപോലെ, നീയാണ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ എല്ലാവരും കളിമണ്ണാണ്, ഞങ്ങളെ മെനയുന്നവൻ അങ്ങാണെന്ന് ഒരു സമർപ്പണത്തോടെ പ്രവാചകൻ പറഞ്ഞ പോലെ, ഈ വാക്കുകൾ പറയുമ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ അതുപോലെ സമ്മതിക്കുന്ന ഒരു പ്രവാചകൻ. ജീവിതത്തിൽ അശുദ്ധി വന്നിട്ടുണ്ട്, ഇല വാടിയതുപോലെയാണ് അവസ്ഥ, ഉത്സാഹമില്ലാത്ത അവസ്ഥ, ദൈവഭക്തിയെ മുറുകെ പിടിക്കാത്ത അവസ്ഥകളൊക്കെ താൻ അതുപോലെ സമ്മതിക്കുന്നു. എന്നാലും തൻ്റെ ജീവിതം എത്ര ശോചനീയ അവസ്ഥയിലായിരുന്നാലും തൻ്റെ ജീവിതത്തെ പണിയാൻ കഴിയുന്ന ഒരു പിതാവുണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞ പോലെ നമുക്ക് ആ വചനത്തെ വിശ്വസിക്കാം. നമ്മുടെ അവസ്ഥകൾ മാനുഷികമായി എങ്ങനെ ആയിരുന്നാലും അത് പണിത് ഉയർത്തുവാൻ കഴിയുന്ന ഒരു പിതാവ് നമ്മൾക്കുണ്ടെന്ന് വീണ്ടും കേൾക്കുവാൻ സാധിച്ചല്ലോ. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് വീണ്ടും ഇയ്യോബിന്റെ എഴുതിയ ആ വചനത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ സഹായിച്ചല്ലോ. വിവിധ ഉദാഹരണങ്ങളിലൂടെ നമുക്കത് കേൾക്കുവാൻ സാധിച്ചല്ലോ. നൈനിലെ വിധവയോട് യേശു കർത്താവ് കരയേണ്ട എന്ന് പറഞ്ഞു. ആ വിഷയത്തിന്മേൽ പിന്നെ കരയേണ്ടി വന്നില്ല എന്ന് കേട്ടതുപോലെ നമ്മൾ കരയുന്ന വിഷയങ്ങൾക്ക് ദൈവം കരയേണ്ട എന്ന് നമ്മളോട് പറയുന്ന ഒരു ദിവസമായിരിക്കും നമുക്ക് സ്തോത്രം ചെയ്യാം. 18 വർഷമായി കുനിയായിരുന്ന സ്ത്രീയെ നിമിഷം കൊണ്ട് സൗഖ്യമാക്കിയ ഒരു ദൈവം, ഭൂതഗ്രസ്തനായ വ്യക്തിയെ അതെക്കപ്പുലി ദേശത്ത് ശുശ്രൂഷനാക്കിയ ഒരു ദൈവം, അതുപോലെ മേശമേലെ ശുശ്രൂഷ ഫിലിപ്പോസിലെ ശുശ്രൂഷക ആ ശമരിയ നാട്ടിൽ കർത്താവിന്റെ വേലയിൽ ഉപയോഗിച്ച ഒരു ദൈവം, ശമരിയയിലെ ഉണർവ് ഒരു ശമരിയ സ്ത്രീയിലൂടെ ദൈവം നടത്തിയത് നമുക്ക് കേൾക്കുവാൻ സാധിച്ചല്ലോ. ഏത് അവസ്ഥകളെ ഉപയോഗിക്കാൻ കഴിയുന്ന, ദൈവനാമത്തിന് പ്രയോജനത്തിനായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന് കേൾക്കുവാൻ സഹായിച്ചല്ലോ. ആ ദൈവജനത്തിന് മുൻപാകെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, നമ്മൾ ഒന്നും കൂടെ പണിയണമേ, കർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പണിയണമേ, നമുക്ക് സമർപ്പണത്തോടെ ആയിരിക്കാം. ഇന്ന് ദൈവവചനം പറഞ്ഞ പാസ്റ്റർ ജെയ്റോയ് അവറുകളോടും പാസ്റ്റർ ജോൺകുട്ടി അവറുകളോടും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്ന വൈകുന്നേരവും തൻ്റെ ശുശ്രൂഷകളെല്ലാം കർത്താവ് തുറന്നും ശക്തിയായിട്ട് കർത്താവ് ഉപയോഗിക്കട്ടെ. നമ്മൾ വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള മടക്കി യാത്ര, തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം, ഉപവാസ പ്രാർത്ഥന, മറ്റ് സെഷൻസിനെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ നോബിൾ പാസ്റ്റർ പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിക്കുന്നതായിരിക്കും. എല്ലാ ആലോചനകൾക്കായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ യാഗപീഠത്തിൽ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിപ്പാൻ, ഹല്ലേലൂയ, എപ്പോഴും ക്രിസ്തുവായിട്ടുള്ളൊരു ബന്ധത്തിൽ ഞങ്ങൾക്കായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അതിന് ഞങ്ങളെ പ്രബോധിപ്പിച്ചതിനാൽ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അസാധ്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ. സകലവും സമാപിച്ചു, സകലവും തീർന്നു എന്നുള്ള അവസ്ഥകളെ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പുതിയ തുടക്കങ്ങളെ ഒരുക്കുന്ന ദൈവമേ, അടിയങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, എപ്പോഴും ക്രിസ്തുവിനുള്ള പ്രത്യാശയോടും ധൈര്യത്തോടും ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനാൽ സ്തോത്രം. ഇത് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന എല്ലാ ആത്മീയ നല്ല കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്ന പിതാവേ, അവിടുത്തെ കരങ്ങളിൽ താഴ്ച സമർപ്പിക്കുന്നു. അഭിഷിക്തന്മാരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവേ, രാത്രികളത്തെ സെക്ഷനിൽ കർത്താവിന്റെ കൃപ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ മടക്കയാത്രയിൽ തന്റെ സാന്നിധ്യം കൂടി ഇരിക്കണമേ. സമാധാനത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവോളം അവിടുത്തെ സാന്നിധ്യം കൃപയും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ താഴ്ച സമർപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വന്തം നമുക്ക് എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. വൈകുന്നേരം കൃത്യം 6:30 തന്നെ വൈകുന്നേരമുള്ള സെഷൻ ആരംഭിക്കുന്നതാണ്. പാസ്റ്റർ ജോണിക്കുട്ടി അവറുകൾ വൈകുന്നേരം ശുശ്രൂഷിക്കുന്നതായിരിക്കും. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ കടന്നു വരിക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.